Afternoon. Good afternoon. Good afternoon, ma'am. Good afternoon, ma'am. Prayer start ചെയ്തോളൂ ട്ടോ. Prayer. Dear God, thank you for bringing us together today. Bless our teacher and guide her as she teaches us. Help us to listen carefully and understand lessons. Fill our hearts with wisdom, patience, and kindness. May this class be peaceful, joyful, and full of learning. Thank you. Thought of the day, ma'am. Honesty is the best policy. Sign in. Signing. I warmly welcome our beloved Rosman and all our friends to today's class. I hope everyone learns and listens beautifully in today's class. Again, I welcome all of you and wish you a wonderful day. Thank you. സെമിനാർ എടുക്കേണ്ട ഗ്രൂപ്പ് റെഡി അല്ലേ? സ്റ്റാർട്ട് ചെയ്തോളൂ ട്ടോ. മാം സ്റ്റാർട്ട് ചെയ്തോട്ടെ. സ്റ്റാർട്ട് ചെയ്തോളൂ. ഞാൻ ക്യാമറ ഓഫ് ചെയ്യുന്നതിന് ക്യാമറ ഓൺ എന്താ ആക്കി മാം? start. മാം ഞാൻ വെളിയിലാണ്, അതുകൊണ്ടാണ് ക്യാമറ ഓൺ ചെയ്യാൻ പറ്റത്. ഓക്കെ, പറയാം മാം. സൗണ്ട് പൊല്യൂഷനെ കുറിച്ചാണ് ഇന്ന് പറയാൻ പോണേ. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ സംസാരിക്കാൻ പോണ ടോപ്പിക് സൗണ്ട് പൊല്യൂഷനെ കുറിച്ചാണ്. നമ്മളുടെ ചുറ്റും കേൾക്കാൻ സുഖമില്ലാത്ത, നമ്മളെ ഇറിറ്റേറ്റ് ചെയ്യുന്ന സൗണ്ടിനെയാണ് നമ്മൾ സൗണ്ട് പൊല്യൂഷൻ ആണ് വിളിക്കുന്നത്. ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് നോയിസ് പൊല്യൂഷൻ. കോമൺ ആയിട്ട് പറഞ്ഞ അൺവാണ്ടഡ് സൗണ്ടിനെയാണ് നമ്മൾ അൺവാണ്ടഡ് സൗണ്ട് ആണ് അതിനെ നമ്മൾ വിളിക്കുന്നത്. പിന്നെ അതിന്റെ മെയിൻ കോസസ്, പ്രധാന കാരണങ്ങളാണ് വെഹിക്കിൾസ്, ലൗഡ് സ്പീക്കർ, മാസ് മീഡിയ, ഇൻഡസ്ട്രി ആൻഡ് ഡിഫൻസ് എക്വിപ്മെന്റ്. ഫസ്റ്റ് ആയിട്ട് ഞാൻ പറയാം, വെഹിക്കിളിനെ കുറിച്ച് പറയാം. വാഹനങ്ങൾ ആണ് സൗണ്ട് പൊല്യൂഷന്റെ ഏറ്റവും വലിയ കാരണം. എൻജിൻ വോയിസ്, ബസ്സുകൾ, പിന്നെ അതിനുണ്ടാവുന്ന സൗണ്ട്, നല്ല ശബ്ദം കൊണ്ട് ഉണ്ടാവുന്ന അത് സൗണ്ടിനെയാണ് നമ്മൾ സൗണ്ട് പൊല്യൂഷൻ എന്ന് പറയുന്നത്. പിന്നെ ഓൾഡ് വെഹിക്കിൾസ് ആണെങ്കിൽ, അത് സർവീസ് ചെയ്യാത്ത വെഹിക്കിൾസ് ഒക്കെ അതിന് വരുന്ന സൗണ്ട് കൂടുതൽ ശബ്ദം ഉണ്ടാക്കും. അതാണ് സൗണ്ട് പൊല്യൂഷൻ ഏറ്റവും വലിയുള്ള കാരണം. എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ടോന്ന്? അതെ, ഞാൻ പറയണ മനസ്സിലാവുന്നുണ്ടല്ലോ? അതെന്താ, എനിക്ക് മലയാളം അത്രയ്ക്ക് ക്ലിയർ അല്ല, അതുകൊണ്ടാട്ടോ. പിന്നെ സെക്കൻഡ് ടോപ്പിക്, ലൗഡ് സ്പീക്കർ. നമ്മളുടെ നാട്ടിൽ ഉത്സവങ്ങൾ, പള്ളി പെരുന്നാളും പിന്നെ കല്യാണം ഒക്കെ ഉപയോഗിക്കുന്ന ലൗഡ് സ്പീക്കർ കൊണ്ട് നമുക്ക് അത് തലവേദന, ഹൈ BP, സ്ലീപ്പ് ഡിസ്റ്റർബൻസ്, പിന്നെ ഹെയറിംഗ് ലോസ്, ചെവിക്ക് കേൾവിക്കുറവും, പിന്നെ അതാണ് ഏറ്റവും വലിയ അതിന്റെ കാരണങ്ങൾ. പിന്നെ മാനസിക ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവും. പിന്നെ സ്ലീപ്പ് ഡിസ്റ്റർബ് ഒക്കെ ആയി കഴിഞ്ഞാൽ നമുക്ക് കുറെ ബുദ്ധിമുട്ടുണ്ടാവും. പിന്നെ ഉറക്കമൊന്നും ശരിയാവില്ല. അതൊക്കെയാണ്. പിന്നെ മൂന്നാമത്തെ മാസ് മീഡിയ. ടിവിയിലും മ്യൂസിക് സിസ്റ്റനും പിന്നെ ഹൈ വോളിയം വെക്കുന്നത് അത് നെയ്ബേഴ്സിനൊക്കെ കുറെ ആയിട്ട് അഫക്റ്റ് ചെയ്യും. അപ്പൊ നമ്മൾക്ക് എന്താ ചെയ്യേണ്ടത്, നമ്മൾ അത് ഇച്ചിരി ലോ ആക്കിയിട്ട് അത് വെച്ച് TV ഒക്കെ കാണുവാണെങ്കിൽ അതാണ് ഏറ്റവും നല്ലത് സൗണ്ട് പൊല്യൂഷനെ കുറയ്ക്കാനുള്ള മാർഗം. പിന്നെ ഇൻഡസ്ട്രി, വ്യവസായങ്ങൾ, ഹെവി മിഷനറി, മെറ്റൽ കട്ടിങ്, പിന്നെ അതിനുണ്ടാവുന്ന ശബ്ദം, നിർത്താത്ത ശബ്ദം, പിന്നെ ജനറേറ്റർ പവർ കട്ട് ഉള്ളപ്പം അതുകൊണ്ട് ഉണ്ടാകുന്ന വലിയ നോയ്സ് കൊണ്ട് ഉണ്ടാകുന്ന പ്രോബ്ലം ആണ് സൗണ്ട് പൊല്യൂഷൻ. പിന്നെ ഡിഫൻസ് എക്വിപ്മെന്റ്, മിലിറ്ററിയിൽ ഈ യുദ്ധമൊക്കെ നടക്കുന്ന സമയത്ത് വലിയ മെഷീനൊക്കെ ഓൺ ആക്കുമ്പോൾ ഒക്കെ ഉണ്ടാവുന്ന സൗണ്ട് കൊണ്ട് സൗണ്ട് പൊല്യൂഷൻ കൂടുതൽ ആവാനുള്ള ചാൻസസ് ഉണ്ട്. പിന്നെ അതും നമ്മളുടെ ആരോഗ്യത്തിന് ബാധിക്കാൻ സാധ്യതയാണ്. പിന്നെ സൈക്കോളജിക്കൽ എഫക്ട്സ് ഉണ്ടാവും. പിന്നെ അതെ, ഒരുപോലെ എല്ലാ ജെറ്റുകൾ കൊണ്ടുണ്ടാവുന്ന സൗണ്ട് ഒക്കെ മനുഷ്യനെയും മൃഗങ്ങളെയും അത് ഒരുപോലെ ബാധിക്കും. പിന്നെ ഡിഫൻസ് ട്രെയിനിങ് നടക്കുന്ന സ്ഥലങ്ങളിൽ അടുത്ത് താമസിക്കുന്ന ആൾക്കാർക്ക് ഏറ്റവും കൂടുതലായിരിക്കും അത് സൗണ്ട് പൊല്യൂഷൻ ആയിട്ട് അത് ബാധിക്കുന്നത്. പിന്നെ നമ്മുടെ ചുറ്റും മൊത്തം നമ്മൾ മരം നട്ട്
മീൻസ് പറയുന്ന പോലെ ചുറ്റം മൊത്തം മരം പിടിപ്പിക്കുക. പിന്നെ അത് നമുക്ക് സൗണ്ട് ഒബ്സർവ് ചെയ്യാൻ വേണ്ടി സഹായിക്കും. മരമൊക്കെ പ്ലാന്റ് ചെയ്ത ആ ചുറ്റം മൊത്തം, അപ്പം അത് എന്താ സൗണ്ട് പൊല്യൂഷനെ ഒബ്സർവ് ചെയ്യാൻ സാധിക്കും. പിന്നെ നമ്മളുടെ ലോകം ശക്തമായി ഇരിക്കാൻ സൗണ്ട് പൊല്യൂഷനെ കുറവാക്കുന്ന അത്യാവശ്യമാണ്. റൈറ്റ് ടു സൈലൻസ് എന്ന എല്ലാവരുടെയും ആവശ്യമാണ്. സോ ലെറ്റ്സ് റിഡ്യൂസ് സൗണ്ട് പൊല്യൂഷൻ ആൻഡ് ലിവ് പീസ്ഫുള്ളി. താങ്ക് യു. എല്ലാവർക്കും മനസ്സിലായല്ലോ? ലാസ്റ്റ് പോയിന്റ് എന്താണ് നമ്മള് എന്തെല്ലാ? റൈറ്റ് ടു സൈലൻസോ? റൈറ്റ് ടു സൈലൻസോ? റൈറ്റ് ടു സൈലൻസ് ആണോടാ? റൈറ്റ് ടു സൈലൻസ് ആണോ? അതെ അതെ, അതെന്താ റൈറ്റ് ടു അത് സൈലൻസ്? ഒരു മിനിറ്റ് പറയാം. Right to silence in the context of sound pollution is a judicially recognized fundamental right in India, divorced from the Article 21 right to life and liberty of the Constitution. It is interpreted as the right to a decent environment, including the right to sleep, rest and be free from sound pollution. Means നമ്മളുടെ എന്താ പറയുന്നത്, ചുറ്റുപാട് മൊത്തം നമുക്ക് ഈ നമുക്ക് സ്ലീപ്പ് ഒക്കെ ഡിസ്റ്റർബ് ആകത്തില്ലേ? അപ്പം അതൊക്കെ എന്താ, ഞാൻ മലയാളത്തിൽ എങ്ങനെ പറയുന്നത് എനിക്കറിയില്ല കേട്ടോ. റൈറ്റ്സ് ആണല്ലേ? റൈറ്റ് ടു സൈലൻസ്. റൈറ്റ് ടു സൈലൻസ്. നമുക്ക് ചുറ്റുപാടിൽ ഭയങ്കര സൗണ്ടോ കാര്യങ്ങളോ ഒക്കെ വരുവാണെങ്കിൽ നമുക്ക് അതിനു വേണ്ടി ഒബ്ജക്ഷൻ ആയിട്ട് നമുക്ക് എടുക്കാം. ആസ് ഇൻ ലൈക്ക് 10 o'clock കഴിഞ്ഞിട്ട് ഒത്തിരി ലൗഡ് വോയിസ് ഒക്കെ കേൾക്കാൻ പാടില്ല. അങ്ങനെ എന്തെങ്കിലും നമ്മുടെ ചുറ്റുപാടിൽ അങ്ങനെ വരുന്നുണ്ടെങ്കിൽ വി ക്യാൻ റേസ് അവർ വോയിസ് ആൻഡ് നമുക്ക് മുമ്പിലോട്ട് അതിൻ്റെ നിയമമായിട്ട് പോകാം. ഓക്കെ, സൈലൻസ് നമ്മുടെ റൈറ്റ് ആണെന്നാണ് പറയുന്നത്. അത് തന്നെ, സൈലൻസ് നമ്മളുടെ റൈറ്റാ. അത് ആരെങ്കിലും അതിനെ മീൻസ് നിഷേധിക്കുവാണെങ്കിൽ, ഇല്ലെങ്കിൽ നമുക്ക് സൈലൻസ് ഒക്കെ വരേണ്ട സ്ഥലത്തിൽ മീൻസ് ഒരു സമയം കഴിഞ്ഞിട്ട് പിന്നെയും ആ സൈലൻസ് കണ്ടിന്യൂസ്ലി അങ്ങനെ തന്നെ ആണെങ്കിൽ, ഒരു നോർമൽ വോളിയത്തെക്കാളും കൂടുതലാണെങ്കിൽ നമുക്ക് അത് മീൻസ് ഒപ്പോസ് ചെയ്യാനായിട്ട് മുമ്പിലോട്ട് നിയമമായിട്ട് പോകാമെന്ന്. നമ്മളുടെ നെയ്ബറില് ആസ് എൻ എക്സാമ്പിൾ, നമ്മളുടെ നെയ്ബറില് പാട്ടും എല്ലാം കാര്യങ്ങൾ ഒരാഴ്ച കണ്ടിന്യൂസ് നടന്നുകൊണ്ടിരിക്കുക അൺവാണ്ടഡ്ലി. ഓക്കെ, പക്ഷെ അത് നമ്മളുടെ പേഴ്സണൽ ലൈഫിനെ ഡിസ്റ്റർബ് ചെയ്യുവാണെങ്കിൽ നമുക്ക് അത് നിയമമായിട്ട് മുമ്പിലോട്ട് കൊണ്ടുപോകാം. ലൈക്ക് വി ക്യാൻ റേസ് എ കംപ്ലൈന്റ്, FIR എല്ലാം പോലീസിനൊക്കെ അറിയിച്ചിട്ട്, അപ്പൊ അവർ അതിനെ അനുസരിച്ച് അവരോട് സംസാരിച്ചിട്ട് സൗണ്ട് കുറപ്പിക്കാനായിട്ട് ബാക്കി കാര്യങ്ങൾ ചെയ്യും. ബിക്കോസ് നമ്മൾ നോർമലി ആയാലും എവിടെയെങ്കിലും എന്തെങ്കിലും സ്പീക്കറോ പള്ളിപ്പെരുന്നാളിലൊക്കെ ആണെങ്കിൽ സ്പീക്കറോ ഒക്കെ വെക്കുകയാണെങ്കിൽ നമ്മൾ പഞ്ചായത്തിന് സ്പെഷ്യൽ പെർമിഷൻ എടുക്കണ്ടേ, അതുപോലെ. ഓക്കെ, ആർട്ടിക്കിൾ നെയിം ഏതായിരുന്നു ഷെറിൻ? ആർട്ടിക്കിൾ നെയിം റൈറ്റ് ടു ലൈഫ് ആൻഡ് ലിബർട്ടി. മനസ്സിലായോടാ? റൈറ്റ് ടു ലൈഫ് ആൻഡ് ലിബർട്ടി ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ. ഏതോ ഇയർ പറഞ്ഞിരുന്നല്ലോടാ? ആർട്ടിക്കിൾ 21 ആ പറഞ്ഞത്. From Article 21, right to life and liberty of the Constitution. ഞാൻ എന്താ പറയുന്നത്, ഫോട്ടോ അയച്ച് ഗ്രൂപ്പിൽ ഇട്ടേക്കാട്ടോ. ഓക്കെ ഓക്കെ, താങ്ക് യു സുബി. വെൽക്കം. മിസ്, ഇനി നെക്സ്റ്റ് ആയിട്ട് അൻസില പറയേണ്ടത്. അൻസില ക്ലാസ്സിലുണ്ടോ? കണ്ടിന്യൂ ചെയ്തോളൂ കേട്ടോ. Good afternoon all. ഞാനിവിടെ കോൺസിക്വൻസ് ഓഫ് സൗണ്ട് പൊല്യൂഷനെ കുറിച്ചിട്ടാണ് എടുക്കാൻ പോകുന്നത്. കേൾവി സംബന്ധമായ പ്രശ്നങ്ങൾ. ഹലോ, കേൾക്കണ്ട? ക്യാമറ ഓൺ ആക്കാൻ പറഞ്ഞേ. സൗണ്ട് കുറച്ച് കുറവ് പോലെ. കേൾവി സംബന്ധമായ പ്രശ്നങ്ങൾ. തുടർച്ചയായി ഉച്ചത്തിലുള്ള ശബ്ദം കേൾക്കുന്നത് സ്ഥിരമായോ താൽക്കാലികമായോ കേൾവിശക്തി കുറയാൻ കാരണമാകും. ക്യാമറ ഒന്ന് ഓൺ ആക്കിയിട്ട് ചെയ്യൂട്ടോ.
തുടർച്ചയായി ഉച്ചത്തിലുള്ള ശബ്ദം കേൾക്കുന്നത് സ്ഥിരമായോ താൽക്കാലികമായോ കേൾവിശക്തി കുറയാൻ കാരണമാകും. ചെവിയിൽ എപ്പോഴും മുഴക്കം അനുഭവപ്പെടുന്ന ടിറ്റിനസ് എന്ന അവസ്ഥക്കു ഇത് വഴിവെക്കുന്നു. എന്താടാ അവസ്ഥ എന്താ? കേൾവി സംബന്ധമായ പ്രശ്നങ്ങൾ. അല്ല, ചെവിയിൽ മുഴക്കം അനുഭവപ്പെടുന്ന അവസ്ഥ. നോയിസ് ഇൻക്ലൂഡ് ഇയറിംഗ് ലോസ്. അല്ലടാ, ആ അവസ്ഥയുടെ പേരിപ്പോ റീഡ് ചെയ്തു. ചെവിയിൽ മുഴക്കം അനുഭവപ്പെടുന്ന ആ ഒരു അവസ്ഥക്ക് ടിറ്റിനസ് എന്ന അവസ്ഥക്ക് ഇത് വഴിവെക്കുന്നു. എന്താ സ്പെല്ലിങ്? TINN ITINNITAS. ഒന്ന് ടൈപ്പ് ചെയ്തിടൂ. ഓക്കെ. മാനസിക പിരിമുറുക്കവും അസ്വസ്ഥതയും, അമിതമായ ശബ്ദം, തലവേദന, അമിതമായ വിയർപ്പ്, ക്ഷീണം, അസ്വസ്ഥത എന്നിവക്ക് കാരണമാകുന്നു. ദീർഘകാലം ഇത്തരത്തിലുള്ള ശബ്ദമലിനീകരണം ഏൽക്കുന്നത് കോപം വർദ്ധിപ്പിക്കാനും പ്രകോപിതനാക്കാനും കാരണമാകുന്നു. ഉറക്കമില്ലായ്മ, ശബ്ദമലിനീകരണം ഉറക്കത്തെ തടസ്സപ്പെടുത്തുകയും ഇത് ഉറക്കമില്ലായ്മ, ഇൻസോമിന പോലുള്ള ആരോഗ്യ പ്രശ്നങ്ങളിലേക്ക് നയിക്കുകയും ചെയ്യുന്നു. ഒന്നുകൂടി സൗണ്ടിൽ പറയാൻ പറ്റുമോ? ക്ലിയർ ആവണില്ല. ഉറക്കമില്ലായ്മ, ശബ്ദമലിനീകരണം ഉറക്കത്തെ തടസ്സപ്പെടുത്തുകയും ഇത് ഉറക്കമില്ലായ്മ, ഇൻസോമിന പോലുള്ള ആരോഗ്യ പ്രശ്നങ്ങളിലേക്ക് നയിക്കുകയും ചെയ്യുന്നു. ഇപ്പൊ ക്ലിയർ ആയോ? ഹൃദയ സംബന്ധമായ രോഗങ്ങള്, രക്തസമ്മർദ്ദം ഉയർത്തുന്നതിനും കൊളസ്ട്രോളിന്റെ അളവ് വർദ്ധിപ്പിക്കുന്നതിനും, ഹൃദയരോഗങ്ങൾ പക്ഷാഘാതത്തിനും സ്ട്രോക്ക് ശബ്ദമലിനീകരണത്തിനും കാരണമാകുന്നു. ഒന്നും കൂടി പറയട്ടെ. രക്തസമ്മർദ്ദം ഉയർത്തുന്നതിനും കൊളസ്ട്രോൾ അളവ് വർദ്ധിപ്പിക്കുന്നതിനും, ഹൃദയരോഗങ്ങൾക്കും പക്ഷാഘാതത്തിനും ശബ്ദമലിനീകരണത്തിന് കാരണമായേക്കാം. കുട്ടികളിലെ സ്വാധീനം, പഠനത്തിനും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിനും കുട്ടികൾക്ക് ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നു. പഠനത്തിനും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിനും കുട്ടികൾക്ക് ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നു. ഗർഭിണികളിലെയും ശിശുക്കളിലെയും ആഘാതം, ഉയർന്ന ശബ്ദം ഗർഭാവസ്ഥ ശിശുവിന്റെ ഹൃദയമിടിപ്പിനെ ബാധിക്കുകയും ഗർഭഛിദ്രം വരെ ഉണ്ടാകാൻ കാരണമായേക്കാം. കൂടാതെ മാസം തികയാതെയുള്ള പ്രസവം, കുഞ്ഞിന്റെ ഭാരക്കുറവ് എന്നിവക്കും ഇത് സാധ്യതയുണ്ട്. ക്ലിയർ ആവണ്ട? മൃഗങ്ങളിലെ സ്വാധീനം, മനുഷ്യരെ പോലെ തന്നെ മൃഗങ്ങളെയും ശബ്ദമലിനീകരണം ബാധിക്കുന്നു. ഇത് അവയുടെ സ്വാഭാവിക പെരുമാറ്റത്തെ തടസ്സപ്പെടുത്തുന്നു. കേരള സംസ്ഥാന മലിനീകരണ നിയന്ത്രണ ബോർഡ് പുറപ്പെടുവിപ്പിച്ചിട്ടുള്ള ചട്ടങ്ങൾ പ്രകാരം ആശുപത്രികൾ, വിദ്യാലയങ്ങൾ, ആരാധനാലയങ്ങൾ തുടങ്ങിയവയുടെ പരിസരങ്ങളിൽ സൈലൻസ് സോൺ, ഉച്ചഭീഷണികളുടെ ഉപയോഗം നിയന്ത്രിക്കേണ്ടതുണ്ട്. മൃഗങ്ങളുടെ എന്തോ പറഞ്ഞില്ലേ? ആ പോയിന്റ് ഒന്നും കൂടി പറഞ്ഞു. മനുഷ്യരെ പോലെ തന്നെ മൃഗങ്ങളെയും ശബ്ദമലിനീകരണം ബാധിക്കുന്നു. ഇത് അവയുടെ സ്വാഭാവിക പെരുമാറ്റത്തെ തടസ്സപ്പെടുത്തുന്നു. മനസ്സിലായ?
അപ്പൊ ഇനി അടുത്തതായിട്ട് പേജിനെ ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യാം. താങ്ക് യു ടീച്ചർ. ഇവിടെ സൗണ്ട് പൊല്യൂഷനെ കുറിച്ചാണ് പറയേണ്ടത്. ഇപ്പൊ കുറിച്ച് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. അപ്പൊ സൗണ്ട് പൊല്യൂഷൻ എന്താണെന്നുള്ളത് ഞാനൊന്ന് കൺക്ലൂഡ് ചെയ്തിട്ട് പറയാം. മനുഷ്യനോ മറ്റു ജീവജാലങ്ങൾക്കോ എന്തെങ്കിലും രീതിയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന രീതിയിൽ അന്തരീക്ഷത്തിൽ വർദ്ധിച്ചു വരുന്ന ശബ്ദത്തെയാണ് സൗണ്ട് പൊല്യൂഷൻ എന്ന് പറയുന്നത്. അതിനെ നോയിസ് പൊല്യൂഷൻ എന്നും പറയാറുണ്ട്. ഇതിന്റെ പ്രധാന കാരണങ്ങൾ എന്ന് പറയുന്നത് ട്രാഫിക് നോയിസ്, കൺസ്ട്രക്ഷൻ ആക്ടിവിറ്റീസ്, എമർജൻസി വെഹിക്കിൾ എന്നിവയാണ് ഇതിന് പ്രധാന കാരണമാകുന്നത്. അതുകൊണ്ട് തന്നെ മനുഷ്യന് ഈ നോയിസ് പൊല്യൂഷൻ മൂലം ചില പ്രശ്നങ്ങളും ഉണ്ടാകാറുണ്ട്. അതായത് ഹൈപ്പർ ടെൻഷൻ, കേൾവിയെ ബാധിക്കുക, പിന്നെ ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങൾ, അങ്ങനെ ചില പ്രശ്നങ്ങളും ഈ സൗണ്ട് പൊല്യൂഷൻ കാരണം ഫേസ് ചെയ്യേണ്ടി വരുന്നുണ്ട്. ഒരു മനുഷ്യനെ സംബന്ധിച്ച് 75 ഡെസിബലിന് താഴെയുള്ള ശബ്ദങ്ങൾ മാത്രമാണ് ഹാനികരമല്ലാത്തത്. അതുപോലെ തന്നെ 85 ഡെസിബലിന് മുകളിലുള്ള ശബ്ദങ്ങൾ മനുഷ്യനെ സംബന്ധിച്ച് കേൾക്കുന്നത് അപകടകരമാണെന്നാണ് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ പറയുന്നത്. ഇത്രയാണ് എനിക്ക് കൺക്ലൂഷൻ ആയിട്ട് ഒന്ന് പറയാനുള്ളത്. ഇനി ഞാൻ ക്വസ്റ്റ്യനിലോട്ടാണ് പോകുന്നത്. ആർക്കെന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാട്ടോ. ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ ഡെഫിനിഷൻ ഓഫ് നോയിസ് പൊല്യൂഷൻ ഓർ സൗണ്ട് പൊല്യൂഷൻ? Unwanted sounds in the surroundings or environment. Okay. Next, what are the main causes of sound pollution? Vehicles, loudspeaker, industries. Mass media. Okay. Next, ചോദിക്കട്ടെ. Defense. What are the effects of noise pollution on health? BP, heart problems, hearing loss, mental problems, sleep disturbances. Okay, next question. How can noise pollution be reduced? Plant more trees. Many trees. Next, how the noise pollution will affect a pregnancy woman? Preterm birth, abortion, heartbeat rise in baby. Okay. Last question. Consequences of sound pollution of main trees. Effect on pregnant woman. Okay. Dearness. Yes. എന്താ പറഞ്ഞത്? ഡിയർനെസ് എന്താണ്? അല്ലേടാ ബുക്കിൽ അങ്ങനെയല്ലേ എഴുതിയത്? അങ്ങനെയല്ലേ? അങ്ങനെ ഉണ്ടായിരുന്നു. എന്താണ് ഡിയർനെസ്? അത് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുണ്ട് കേട്ടാ. DEER എന്താ? DEARNESS. അതെ. വേറെന്തെങ്കിലും പറയാനുണ്ടോ? ഓക്കെയാണ് മാം. ഇത്രയാണ് ക്വസ്റ്റ്യൻ ഉള്ളത്. മിനിമം ഡെസിബൽ എത്രയായിരുന്നു? ഹ്യൂമന്റെ 70 ആണോ? 70 അല്ലേ? 75 ആണ്. 75 തൊട്ട് 85 വരെ കുഴപ്പമില്ല എന്നാ പറയുന്നത്.
പിന്നെ ഈ സ്ലൈഡിന് മുകളിലുള്ളത് നമുക്ക് കുറെ സമയം കേൾക്കുന്നത് ബുദ്ധിമുട്ടായി വരുന്നുള്ള രീതിയിലാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ അല്ലേ മാം? അപ്പൊ ഈ ഗ്രൂപ്പിന്റെ സെമിനാർ കംപ്ലീറ്റ് ആയിട്ടുണ്ടല്ലേ? ഓക്കെ മാം. ഇൻഫർമേഷൻസ് അപ്പൊ ഗ്രൂപ്പിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ. നോട്ടും കാര്യങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കാം. നെക്സ്റ്റ് ഗ്രൂപ്പ് സ്റ്റാർട്ട് ചെയ്ത് കൊടുക്കാം. ഗുഡ് ആഫ്റ്റർനൂൺ മാം. ഞങ്ങൾ 10th ഗ്രൂപ്പാണ്. റേഡിയേഷൻ പൊല്യൂഷൻ ആണ് ഞങ്ങളുടെ സബ്ജക്റ്റ്. അപ്പോൾ ഞങ്ങൾ 3 പേരുണ്ടായിരുന്നു, ഞാനും ലുബിനത്ത ആൻഡ് റീന. പക്ഷെ എന്തോ സാഹചര്യങ്ങളാൽ റീന ചേച്ചിക്ക് സെമിനാർ പ്രസന്റ് ചെയ്യാൻ കഴിയില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്തോ ജോബിന് കയറിയതുകൊണ്ട് അപ്പോൾ ഞങ്ങൾ 2 പേര് പ്രസന്റ് ചെയ്യാണ്. Radiation pollution is environment and health by the series concern caused the release of radioactive substances environment. These emit Koshman into the substances emit harmful radiation that can affect living organisms and ecosystem. അതായത് റേഡിയേഷൻ പൊല്യൂഷൻ എന്നാൽ വികിരണ മലിനീകരണം. വികിരണ മലിനീകരണം പരിസ്ഥിതിയെയും മനുഷ്യാരോഗ്യത്തെയും ഗുരുതരമായി ബാധിക്കുന്ന ഒരു പ്രധാന പ്രശ്നമാണ്. പരിസ്ഥിതിയിലേക്ക് റേഡിയോ ആക്റ്റീവ് പദാർത്ഥങ്ങൾ പുറത്തുവിടുന്നതാണ്. കുറച്ച് സ്ലോ ആക്കണം, നമുക്ക് വികിരണ മലിനീകരണം പരിസ്ഥിതിയെയും മനുഷ്യാരോഗ്യത്തെയും ഗുരുതരമായി ബാധിക്കുന്ന ഒരു പ്രധാന പ്രശ്നമാണ്. പരിസ്ഥിതിയിലേക്ക് റേഡിയോ ആക്റ്റീവ് പദാർത്ഥങ്ങൾ പുറത്തുവിടപ്പെടുന്നതാണ് ഇതിന് പ്രധാനമായ കാരണം. മനസ്സിലായോടാ? ഈ പദാർത്ഥങ്ങൾ പുറപ്പെടുവിക്കുന്നത് ഹാനികരമായ വികിരണം ആണ്. വികിരണം ജീവജാലങ്ങളെയും പരിസ്ഥിതിയെയും ദോഷകരമായി ബാധിക്കുന്നു. വികിരണ മലിനീകരണം പ്രകൃതിദത്ത കാരണങ്ങളാലും മനുഷ്യ പ്രവർത്തനങ്ങളാലും ഉണ്ടാകുന്നുണ്ട്. ഇതിന്റെ ദോഷഫലങ്ങൾ ചിലപ്പോൾ പെട്ടെന്ന് തന്നെ അനുഭവപ്പെടാം, ചിലപ്പോൾ കുറച്ച് വർഷങ്ങൾക്ക് ശേഷം മാത്രമേ അനുഭവപ്പെടുള്ളൂ. റേഡിയേഷൻ ഈസ് ദ ട്രാൻസ്ഫർ of energy from one place to another through waves, fast moving radiations. Radiation exists in the many forms. For example, beat, sound and light radiation are all forms of some types of radiation felt directly harmful. Strong പറയാവോ? സൗണ്ടിന് എന്തോ ഡിസ്റ്റർബൻസ് ഉണ്ടെന്ന് തോന്നുന്നു. എനിക്ക് മാത്രം സൗണ്ടിന് എന്തോ ഡിസ്റ്റർബൻസ്, വേറെ ആർക്കെങ്കിലും ഉണ്ട്? സൗണ്ട് ക്ലിയറും അല്ല, പിന്നെ ഭയങ്കര സ്പീഡിൽ പറയുന്നതാണോ എന്തോ പറയുന്നത് മനസ്സിലാവുന്നില്ല. എന്താ നെറ്റിന് ഇഷ്യൂ ഉണ്ടാവും, എന്നോട് പറയാം. എന്തേലും പറയണേ. ഇത്തിരി സ്ലോ ആയിട്ട് പതുക്കെ പറയാവോ? സ്പീഡ് ഈ ഇഷ്യൂ കാരണം സ്പീഡിലൊക്കെ തോന്നുന്ന എന്നെ ഒന്ന് ക്ലിയർ ആവും. വികിരണ മലിനീകരണം, റേഡിയേഷൻ പൊല്യൂഷൻ. വികിരണ മലിനീകരണം പരിസ്ഥിതിയെയും മനുഷ്യാരോഗ്യത്തെയും ഗുരുതരമായി ബാധിക്കുന്ന പരിസ്ഥിതിയിലേക്ക് റേഡിയോ ആക്റ്റീവ് പദാർത്ഥങ്ങൾ പുറപ്പെടുവിപ്പിക്കുന്നതാണ് ഇതിന് പ്രധാനമായ കാരണം. ഇപ്പം ക്ലിയർ ആണോ? ഓക്കെ. ഈ പദാർത്ഥങ്ങൾ പുറപ്പെടുവിക്കുന്നത് എന്താണ്? ജീവജാലങ്ങളെയും പരിസ്ഥിതിയെയും ദോഷകരമായി ബാധിക്കുന്നുണ്ട്. വികിരണ മലിനീകരണം പ്രകൃതിദത്തമായ കാരണങ്ങളാലും മനുഷ്യ പദാർത്ഥങ്ങളാലും ഉണ്ടാകുന്നുണ്ട്. ഇതിന്റെ ദോഷഫലങ്ങൾ നമുക്ക് പെട്ടെന്ന് ചിലപ്പോൾ അനുഭവപ്പെടാം, അല്ലെങ്കിൽ കുറച്ച് വർഷങ്ങൾക്ക് ശേഷം അനുഭവപ്പെടും. ഇത്രയും ഓക്കെ ആണോ? വികിരണം എന്നത് ഊർജം ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് തരംഗങ്ങൾ വഴിയോ അല്ലെങ്കിൽ വേഗതയേറിയ കണങ്ങൾ വഴിയോ കൈമാറുന്ന പ്രക്രിയയാണ്. ഓക്കെ അല്ലേ?
തരംഗങ്ങൾ വികിരണം എന്നത് ഊർജം ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് തരംഗങ്ങൾ വഴിയോ അല്ലെങ്കിൽ വേഗതയേറിയ കണങ്ങൾ വഴിയോ കൈമാറുന്ന പ്രക്രിയയാണ്. ഓക്കെ അല്ലേ? വികിരണത്തിന്റെ രൂപങ്ങൾ എങ്ങനെയാണെന്ന് വെച്ചാല് വികിരണം പല രൂപങ്ങളിൽ കാണപ്പെടുന്നുണ്ട്. ഉദാഹരണത്തിന് ചൂട്, ശബ്ദം, പ്രകാശം ഇവയെല്ലാം വികിരണത്തിന്റെ വിവിധ രൂപങ്ങളാണ്. ഇതൊക്കെ നമുക്ക് അനുഭവപ്പെടുന്നില്ലേ? പിന്നെ കാണാനാവുന്നതുകൊണ്ട് കാണാനാവാത്തതുമായ വികിരണങ്ങളുണ്ട്. ചില വികിരണങ്ങൾ നേരിട്ട് അനുഭവപ്പെടാം. അതിലൊന്നാണ് എക്സ്റേ ഇല്ലേ, അല്ല ചൂടില്ലേ, ചൂട് നമുക്ക് നേരിട്ട് അനുഭവപ്പെടാൻ കഴിയുന്നില്ലേ? എന്നാൽ ചിലത് നമുക്ക് അനുഭവപ്പെടാൻ കഴിയുന്നില്ല. ചില വികിരണങ്ങൾ കണ്ണുകൊണ്ട് കാണാൻ കഴിയില്ല. അത്തരം വികിരണങ്ങൾ കണ്ടെത്താൻ കഴിയില്ല. കണ്ണുകൊണ്ട് കാണാത്ത നമുക്ക് കണ്ടെത്താൻ കഴിയില്ലല്ലോ. അപ്പോൾ പ്രത്യേകതരം ഉപകരണങ്ങൾ ആവശ്യമാണ് കണ്ടെത്താൻ. അങ്ങനെയുള്ള ഒന്നാണ് എക്സ്റേ. എക്സ്റേ എടുത്താലല്ലേ നമുക്ക് പറയാനുള്ളത് സാധിക്കുള്ളൂ. പിന്നെ വികിരണത്തിന്റെ ഉറവിടങ്ങൾ ചൂടുള്ള വസ്തുക്കളിൽ നിന്നുള്ള വികിരണം, തണുത്ത വസ്തുക്കളിൽ നിന്നുള്ള വികിരണം. നമ്മുടെ ചുറ്റുപാടുകളിൽ ഒന്നുകൂടി പറയാടാ. വികിരണത്തിന്റെ ഉറവിടങ്ങൾ ചൂടുള്ള വസ്തുക്കളിൽ നിന്നുള്ള വികിരണം, തണുത്ത വസ്തുക്കളിൽ നിന്നുള്ളതിനേക്കാൾ ശക്തമാണ്. വികിരണത്തിന്റെ ഉറവിടങ്ങൾ ചൂടുള്ള വസ്തുക്കളിൽ നിന്നുള്ളതിനേക്കാൾ വികിരണം തണുത്ത വസ്തുക്കളിൽ നിന്നുള്ളതിനേക്കാൾ ശക്തമാണ്. ഓക്കെ ആയോ ചേച്ചി? നമ്മുടെ ഈ വികിരണം ഇംഗ്ലീഷ് ഒന്ന് പറയാവോ? വികിരണം അതാ റേഡിയേഷൻ പൊല്യൂഷൻ. എനിക്ക് വികിരണം പോകുന്നതൊന്നും മനസ്സിലാവില്ല. ഓക്കെ. ഇംഗ്ലീഷ് ഞാൻ നോട്ട് ഗ്രൂപ്പിൽ ഇടാൻ പറയാം. വിപിനത്താൽ നോട്ട് ഗ്രൂപ്പിൽ ഇടാ ഇപ്പോ. നമ്മുടെ ചുറ്റുപാടുകളിൽ തന്നെ വികിരണത്തിന്റെ പല ഉറവിടങ്ങൾ നിലനിൽക്കുന്നുണ്ട്. സൂര്യൻ, ഭൂമി, മണ്ണ്, ടെലിവിഷൻ, മൊബൈൽ ഫോണുകൾ, മൈക്രോവേവ് ഓവൻ തുടങ്ങിയവ നമ്മെ വിവിധ തരത്തിലുള്ള വികിരണങ്ങൾക്ക് വിധേയമാകുന്നുണ്ട്. നമ്മുടെ ചുറ്റുപാടുകളിൽ തന്നെ പലതരത്തിലുള്ള വികിരണ ഉറവിടങ്ങൾ നിലനിൽക്കുന്നുണ്ട്. ഒന്ന് സൂര്യൻ, ഭൂമി, മണ്ണ്, ടെലിവിഷൻ, മൊബൈൽ ഫോണുകൾ, മൈക്രോവേവ് ഓവൻ തുടങ്ങിയവ നമ്മളെ വിവിധ തരത്തിലുള്ള വികിരണങ്ങൾക്ക് വിധേയമാകുന്നുണ്ട്. വികിരണങ്ങൾ പ്രധാനമായും 2 തരത്തിലുണ്ട്. ഒന്നാണ് നോൺ അയണൈസിങ് റേഡിയേഷൻ, രണ്ടാമത്തേത് അയണൈസിങ് റേഡിയേഷൻ. നോൺ അയണൈസിങ് റേഡിയേഷൻ ലോ എനർജി ആയിരിക്കും. അയണൈസിങ് റേഡിയേഷൻ ഹൈ എനർജി ആയിരിക്കും. Radio waves, microwaves and visible light, these types of radiation are generally not harmful to our health. അതായത് റേഡിയോ തരംഗങ്ങൾ, മൈക്രോവേവ്, ദൃശ്യപ്രകാശം എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു. അതായത് നോൺ അയണൈസിങ് റേഡിയേഷനിൽ ഉൾപ്പെടുന്നതാണ് റേഡിയോ തരംഗങ്ങൾ, മൈക്രോവേവ്, ദൃശ്യപ്രകാശം എന്നിവ ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. ഈ തരത്തിലുള്ള വികിരണങ്ങൾ സാധാരണയായി നമ്മുടെ ആരോഗ്യത്തിന് അത്ര ഹാനികരമാകുന്നില്ല. ഓക്കെ ആണോ? അതായത് വികിരണം 2 ടൈപ്പ് ഉണ്ട്. നോൺ അയണൈസിങ് റേഡിയേഷൻ അത് ലോ എനർജി ആയിരിക്കും. രണ്ടാമത്തേത് അയണൈസിങ് റേഡിയേഷൻ അത് ഹൈ എനർജി ആയിരിക്കും. നോൺ അയണൈസിങ് റേഡിയേഷൻ എന്നാൽ റേഡിയോ വേവ്സ്, മൈക്രോവേവ്സ് ആൻഡ് വിസിബിൾ ലൈറ്റ്, ദീസ് ടൈപ്സ് ഓഫ് റേഡിയേഷൻസ് ആർ ജനറലി നോട്ട് ഹാംഫുൾ ടു അവർ ഹെൽത്ത്. അതായത് റേഡിയോ തരംഗങ്ങൾ, മൈക്രോവേവ്, ദൃശ്യപ്രകാശം എന്നിവ ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. ഈ തരത്തിലുള്ള വികിരണങ്ങൾ സാധാരണയായി നമുക്ക് അത്ര
ഹാനികരമല്ല. രണ്ടാമത്തേതാണ് അയണൈസിങ് റേഡിയേഷൻ. കറണ്ട് പോയടാ. ഫസ്റ്റിലത്തെ ഓക്കെ ആണോ? നോൺ അയണൈസിങ് ഓക്കെ. രണ്ടാമത്തെ പറയാം, അയണൈസിങ് റേഡിയേഷൻ. ഇത് ഹൈ എനർജി ആയിരിക്കും. These are the main cause of radiation pollution. Ultraviolet rays, X-rays and gamma rays. These can damage body cells and DNA. അതായത് അൾട്രാവയലറ്റ് അയണൈസിങ് റേഡിയേഷൻ, അൾട്രാവയലറ്റ് റേസ്, എക്സ്റേ, ഗാമ വികിരണം എന്നിവയാണ് ഇതിൽ ഉൾപ്പെടുന്നത്. അയണൈസിങ് റേഡിയേഷനിൽ ഉൾപ്പെടുന്നത് ഇതൊക്കെയാണ്. ഈ വികിരണങ്ങൾ എന്താ? അൾട്രാവയലറ്റ് കിരണങ്ങള്, എക്സ്റേ, ഗാമ കിരണങ്ങൾ എന്നിവ ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. ഇവയാണ് വികിരണ മലിനീകരണത്തിന്റെ പ്രധാന കാരണങ്ങൾ. ഈ വികിരണങ്ങൾ ശരീരത്തിലെ കോശങ്ങളെയും DNA-യും കേടുവരുത്താൻ കഴിയും. അതിനാൽ ഇവ വളരെ ശ്രദ്ധയോടുകൂടി ശരിയായ രീതിയിൽ മാത്രം ഉപയോഗിക്കണം. മനസ്സിലായോ? അതായത് രണ്ട് തരത്തിലുള്ള റേഡിയേഷൻ ഉണ്ട്. നോൺ അയണൈസിങ് റേഡിയേഷനും അയണൈസിങ് റേഡിയേഷനും. നോൺ അയണൈസിങ് റേഡിയേഷൻ എന്നാൽ ലോ എനർജി ആയിരിക്കും. അയണൈസിങ് റേഡിയേഷൻ എന്നാൽ ഹൈ എനർജി ആയിരിക്കും. നോൺ അയണൈസിങ് റേഡിയേഷനിൽ റേഡിയോ വേവ്സ്, മൈക്രോവേവ്സ് ആൻഡ് വിസിബിൾ ലൈറ്റ് ഒക്കെയാണ് ഉൾപ്പെടുന്നത്. രണ്ടാമത്തേതില് അൾട്രാവയലറ്റും എക്സ്റേ ആൻഡ് ഗാമ കിരണങ്ങളും പിന്നെ DNA ഒക്കെ നശിക്കാനുള്ള കാരണങ്ങളൊക്കെയാണ് ഉണ്ടാവുന്നത്. ഓക്കെ ആണോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഓക്കെ. നെക്സ്റ്റ് ഇതിന്റെ ബാക്കി എടുക്കാൻ ലുബിനത്ത വിളിക്കുന്നുണ്ട്. ലുബിനത്ത ഓക്കെ ആണോ? ഓക്കെ. ഷെയർ ചെയ്യണ്ടേ? ഞാൻ ഷെയർ ചെയ്യാട്ടോ. ഗുഡ് ആഫ്റ്റർനൂൺ എവരിവൺ. അപ്പൊ നമ്മള് റേഡിയേഷൻ എന്താണെന്ന് എല്ലാവർക്കും ക്ലിയർ ആയല്ലോ. അപ്പൊ രണ്ട് തരത്തിലുള്ള റേഡിയേഷൻ ഉണ്ടെന്നും പറഞ്ഞു, നോൺ അയനൈസിങ്ങും അയനൈസിങ് റേഡിയേഷനും. ഇതില് റേഡിയേഷൻ പൊല്യൂഷന്റെ മെയിൻ കോസ് എന്ന് പറയുന്നത് അയനൈസിങ് റേഡിയേഷൻ ആണ്. അപ്പോൾ ഇനി റേഡിയേഷൻ പൊല്യൂഷൻ എന്താന്ന് നോക്കാം. അതായത് റേഡിയേഷൻ മലിനീകരണം. റേഡിയേഷൻ പൊല്യൂഷൻ refers to the presence of radioactive materials in air, water, soil at levels that are harmful to life. അതായത് വായു, ജലം, മണ്ണ് എന്നിവയിൽ നമ്മൾ മനുഷ്യർക്കും അതുപോലെ തന്നെ മൃഗങ്ങൾ, സസ്യങ്ങൾക്ക് ഇവയ്ക്കൊക്കെ ഹാനികരമായ രീതിയിൽ റേഡിയോ ആക്റ്റീവ് മെറ്റീരിയൽസ് കാണുന്നതിനെയാണ് റേഡിയേഷൻ പൊല്യൂഷൻ എന്ന് പറയുന്നത്. ഇത് എന്താ പറയാ, നാച്ചുറൽ ആയിട്ടും അതുപോലെ നമ്മുടെ ഓരോ പ്രവർത്തികൾ മൂലവും ഈ റേഡിയേഷൻ പൊല്യൂഷൻ ഉണ്ടാവാം. നമ്മൾ നേരത്തെ റേഡിയേഷൻ ഏതൊക്കെയെന്ന് പറഞ്ഞല്ലോ. അതിൽ അയണൈസിങ് റേഡിയേഷൻ ആണ് റേഡിയേഷൻ പൊല്യൂഷൻ ഉണ്ടാക്കാൻ ഏറ്റവും കൂടുതൽ കാരണമാകുന്നത്. ഇത് നമ്മുടെ DNA കോശങ്ങളെ നശിപ്പിക്കാൻ വരെ കാരണമാകുന്ന ഒന്നാണ്. ഈ റേഡിയേഷൻ പൊല്യൂഷന്റെ കാരണങ്ങൾ നോക്കാം. കോസ് ഓഫ് റേഡിയേഷൻ പൊല്യൂഷൻ ഏതൊക്കെയാന്ന് നോക്കാം. രണ്ട് തരത്തിലുള്ള കോസാണ് കാണുന്നത്. അതിന്റെ മെയിൻ സോഴ്സ് എന്ന് പറഞ്ഞാൽ നാച്ചുറൽ സോഴ്സ്, അതായത് നാച്ചുറലി ഉണ്ടാകുന്ന കുറച്ച് സോഴ്സസ് ഉണ്ട്. രണ്ടാമത്തത് ഹ്യൂമൻ മെയ്ഡ് സോഴ്സസ് അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ സോഴ്സസ് എന്ന് പറയും. മനസ്സിലായല്ലോ? രണ്ട് തരത്തിലുള്ള സോഴ്സസ് ഉണ്ട് റേഡിയേഷൻ പൊല്യൂഷന്. ഒന്ന് നാച്ചുറൽ സോഴ്സസും രണ്ട് ഹ്യൂമൻ മെയ്ഡ് സോഴ്സസും. ഇനി നാച്ചുറൽ സോഴ്സസ് ഏതൊക്കെയാന്ന് നോക്കാം. അതിൽ ഫസ്റ്റ് വരുന്നതാണ് കോസ്മിക് റേസ്. കോസ്മിക് റേസ് എന്ന് പറയുന്നത് നമ്മളെ എർത്തിലേക്ക് വരുന്ന ഔട്ടർ സ്പേസിൽ നിന്ന് വരുന്ന റേസിനെയാണ് കോസ്മിക് റേസ് എന്ന് പറയുക. അതുപോലെ സണ്ണിൽ നിന്ന് ഇപ്പൊ നമ്മൾ പറഞ്ഞ UV റേസ് ഒക്കെ പറയുമല്ലോ നമ്മള്, അതൊക്കെയാണ് ഈ കോസ്മിക് റേസിൽ വരുന്നത്. ഇത് ഒരു നാച്ചുറൽ ആയിട്ടുള്ള ഒന്നാണ്. ഇതിനെ നമുക്ക് തടയാനൊന്നും സാധിക്കില്ല. ഇത് മൂലമാണ് ഒരു തരത്തിൽ റേഡിയേഷൻ പൊല്യൂഷൻ എൻവിറോൺമെന്റിൽ ഉണ്ടാകുന്നത്. രണ്ടാമത്തതാണ് ടെറസ്ട്രിയൽ റേഡിയേഷൻ. അതായത് നമ്മുടെ ഭൂമിയിൽ തന്നെ ഒരുപാട് റേഡിയോ ആക്റ്റീവ് മെറ്റീരിയൽസ് നാച്ചുറൽ ആയി കാണപ്പെടുന്നുണ്ട്. അതായത് ഈ മണ്ണില് അതുപോലെ തന്നെ പാറകളിലൊക്കെ പറ്റിപ്പിടിച്ച രീതിയിൽ കുറച്ച് റേഡിയോ ആക്റ്റീവ് മെറ്റീരിയൽസ് കാണും.
കോമൺ ആയിട്ട് കാണുന്ന കുറച്ച് റേഡിയോ ആക്റ്റീവ് മെറ്റീരിയൽസ് ആണ് യുറേനിയം, തോറിയം ആൻഡ് റേഡോൺ എന്ന് പറയുന്ന ഇവയാണ് നാച്ചുറലി നമുക്ക് കാണുന്ന റേഡിയോ ആക്റ്റീവ് മെറ്റീരിയൽസ്. ഇതിലെ റേഡിയേഷൻ നമുക്ക് വികിരണങ്ങൾ തരുന്ന ഏറ്റവും വലിയ ഒരു പ്രകൃതിദത്ത സോഴ്സ് എന്ന് പറയുന്നതാണ് റേഡോൺ എന്ന് പറയുന്ന വാതകം. ഇതാണ് ഏറ്റവും കൂടുതൽ റേഡിയേഷൻ ക്രിയേറ്റ് ചെയ്യുന്നത്. നമ്മൾ ആ റേഡിയേഷൻ ഉപയോഗിച്ചിട്ട് നല്ല രീതിയിലുള്ള കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. അത് പ്രോപ്പറായ രീതിയിൽ ചെയ്യാതെ വരുമ്പോഴാണ് ഈ റേഡിയേഷൻ പൊല്യൂഷൻ ഉണ്ടാകുന്നത്. റേഡോൺ എന്ന് പറയുന്നത് നമുക്ക് കിട്ടിയ ഏറ്റവും വലിയൊരു നാച്ചുറൽ സോഴ്സസ് ആണ്. പക്ഷെ അത് പ്രോപ്പറായ രീതിയിൽ നമ്മൾ ഹാൻഡിൽ ചെയ്യേണ്ടത് ആവശ്യമാണ്. അപ്പൊ രണ്ടെണ്ണം മനസ്സിലായാലോ നാച്ചുറൽ സോഴ്സസ്. ഒന്ന് കോസ്മിക് റേസ്, ദെൻ ടെറസ്ട്രിയൽ റേഡിയേഷൻ. അടുത്തതാണ് നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ്, അതായത് വോൾക്കാനിക് എറിപ്ഷൻ. നമുക്കറിയാം അഗ്നിപർവ്വത സ്ഫോടനങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ. അതുപോലെ തന്നെ എർത്ത് ക്വേക്സ്, ഭൂമി കുലുക്കം, ഫോറസ്റ്റ് ഫയർ, കാട്ടുതീ, ഇവ മൂലവും റേഡിയേഷൻ പൊല്യൂഷൻ സംഭവിക്കാം. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഹ്യൂമൻ ആക്ടിവിറ്റീസ് മൂലം ഉണ്ടാകുന്ന റേഡിയേഷൻ പൊല്യൂഷൻ ആണ്. നാച്ചുറലി ഉണ്ടാകുന്ന നമ്മൾ പറഞ്ഞു കോസ്മിക് റേസ്, അതുപോലെ അതായത് ഔട്ടർ സ്പേസിൽ നിന്ന് വരുന്ന റേസ്. നെക്സ്റ്റ് എന്ന് പറയുന്നത് ടെറസ്ട്രിയൽ ആണ്, അതായത് ഭൂമിയിലും പാറകളിലൊക്കെ സ്വാഭാവികമായി കാണുന്ന റേഡിയേഷൻ, റേഡിയോ ആക്റ്റീവ് മെറ്റീരിയൽസ് മൂലമുണ്ടാകുന്ന റേഡിയേഷൻ. നെക്സ്റ്റ് എന്ന് പറയുന്നത് നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ്, അതായത് വോൾക്കാനിക് എറിപ്ഷൻ, എർത്ത് ക്വേക്സ്, ഫോറസ്റ്റ് ഫയർ എന്നിവ മൂലമുണ്ടാകുന്ന റേഡിയേഷൻ പൊല്യൂഷൻ. നെക്സ്റ്റ് എന്ന് പറയുന്നതാണ് ഹ്യൂമൻ മെയ്ഡ് റേഡിയേഷൻ പൊല്യൂഷൻ, അതായത് മനുഷ്യനിർമ്മിതമായ റേഡിയേഷൻ പൊല്യൂഷൻ. നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തി മൂലം ഉണ്ടാകുന്ന അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ന്യൂക്ലിയർ പവർ ജനറേഷൻ. അതായത് ന്യൂക്ലിയർ പവർ പ്ലാന്റ്സ് എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. അവിടെ ഇലക്ട്രിസിറ്റി ഉണ്ടാക്കുന്നത് റേഡിയോ ആക്റ്റീവ് ഫ്യൂവൽസ് യൂസ് ചെയ്തിട്ടാണ് അവിടെ ഇലക്ട്രിസിറ്റി ഉണ്ടാക്കുന്നത്. അതിലേറ്റവും മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു റേഡിയോ ആക്റ്റീവ് ഫ്യൂവലാണ് യുറേനിയം എന്ന് പറയുന്നത്. ഇതിന്റെ ഇംപ്രോപ്പർ ആയിട്ടുള്ള യൂസും, അല്ലെങ്കിൽ ഇതിൽ നിന്ന് വരുന്ന നമ്മൾ ഒരു വസ്തു ഉണ്ടാക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി അതിൽ നിന്ന് കുറച്ച് വേസ്റ്റുകൾ ഉണ്ടാവും. അപ്പൊ ഈ റേഡിയോ ആക്റ്റീവ് വേസ്റ്റിനെ കൃത്യമായി രീതിയിൽ ഡിസ്പോസ് ചെയ്യാതെ വരുമ്പോഴോ, അല്ലെങ്കിൽ ഇവ യൂസ് ചെയ്യുമ്പോൾ കൃത്യമായി യൂസ് ചെയ്യാതെ വരുമ്പോൾ ലീക്കേജ് ഉണ്ടാകും. അപ്പൊ ആ ലീക്കേജ് മൂലം റേഡിയേഷൻ പൊല്യൂഷൻ ഉണ്ടാകും. അപ്പൊ ഈ ന്യൂക്ലിയർ പവർ ജനറേഷനിൽ ഉണ്ടാകുന്നത് യുറേനിയം എന്ന റേഡിയോ ആക്റ്റീവ് ഫ്യൂവൽ യൂസ് ചെയ്ത് ഇലക്ട്രിസിറ്റി ഉണ്ടാക്കുമ്പോൾ അവ കൃത്യമായ രീതിയിൽ ഇംപ്രോപ്പർ ആയിട്ട് യൂസ് ചെയ്യുകയോ, അല്ലെങ്കിൽ അവയുടെ ലീക്കേജ് മൂലമോ, അല്ലെങ്കിൽ ഇതിന്റെ റേഡിയോ ആക്റ്റീവ് വേസ്റ്റിന്റെ ഇംപ്രോപ്പർ ആയിട്ടുള്ള ഡിസ്പോസൽ മൂലമോ ആണ് റേഡിയേഷൻ പൊല്യൂഷൻ ഇവിടെ സംഭവിക്കുന്നത്. നെക്സ്റ്റ് മൈനിങ് ആൻഡ് പ്രോസസിംഗ് ഓഫ് റേഡിയോ ആക്റ്റീവ് ഓസ്. മൈനിങ് ആൻഡ് പ്രോസസിംഗ് ഓഫ് റേഡിയോ ആക്റ്റീവ് ഓസ്, അതായത് നമ്മൾ പറഞ്ഞു നമ്മുടെ ഭൂമിയിലെ സ്വാഭാവികമായി കാണുന്ന കുറച്ച് റേഡിയോ ആക്റ്റീവ് മെറ്റീരിയൽസ് ഉണ്ട്. അവ നമ്മ ഓരോ എന്താ പറയാ പുതിയ പരീക്ഷണങ്ങൾ നടത്താൻ വേണ്ടി അവ നമ്മൾ എടുക്കാറുണ്ട് ഭൂമിയിൽ നിന്ന്. അപ്പൊ ഇവ കുഴിച്ചെടുക്കുമ്പോൾ ഉണ്ടാകുന്ന റേഡിയേഷൻ പൊല്യൂഷൻ ആണ് ഈ സമയത്ത് ഉണ്ടാകുന്നത്. അതായത് മൈനിങ് ഓഫ് യുറേനിയം ആൻഡ് തോറിയം എക്സ്പോസസ് വർക്കേഴ്സ് ആൻഡ് നിയർ ബൈ എൻവിറോൺമെന്റ് ടു റേഡിയേഷൻ ആൻഡ് റേഡിയോ ആക്റ്റീവ് ഡസ്റ്റ്. അതായത് യുറേനിയം, തോറിയം പോലുള്ള റേഡിയോ ആക്റ്റീവ് മെറ്റീരിയൽസ് നമ്മൾ ഭൂമിക്കടിയിൽ നിന്ന് കുഴിച്ചെടുക്കുമ്പോൾ ഇത് എന്താ പറയാ ഡസ്റ്റ് പൊടിയിലൂടെ ഇവയുടെ സബ്സ്റ്റൻസസ് എന്തായാലും പൊടിയിലൂടെ എൻവിറോൺമെന്റിലേക്ക് കലരും. അതുവഴി റേഡിയേഷൻ പൊല്യൂഷൻ സംഭവിക്കാം. ഇത്രയും പറഞ്ഞത് ക്ലിയർ ആയല്ലോ? പറഞ്ഞതിൽ വല്ല ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാട്ടോ. ഓക്കെ ഫൈൻ. നെക്സ്റ്റ് എന്ന് പറയുന്നത് ന്യൂക്ലിയർ വെപ്പൺ ടെസ്റ്റിംഗ്. അതായത് ഇപ്പൊ നമുക്കറിയാം, ഇപ്പൊ തന്നെ യുദ്ധങ്ങൾ നടക്കുന്നു. ഇറാനും അമേരിക്കയായിട്ട് യുദ്ധങ്ങൾ നടക്കുന്നു, ഇസ്രായേലും ഫലസ്തീനുമായിട്ട് യുദ്ധങ്ങൾ. അപ്പൊ ഇപ്പോ ഓരോ എന്താ പറയാ വർഷം കഴിയുന്തോറും ഇവർ പുതിയ പുതിയ വെപ്പൺസ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. അതായത് യുദ്ധങ്ങളിൽ ജയിക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും നല്ല വെപ്പൺസ് അവര് ഓരോ വർഷം തോറും കണ്ടുപിടിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ ന്യൂക്ലിയർ വെപ്പൺസ് അവർ പുതിയതായിട്ട് ഉണ്ടാക്കുമ്പോൾ അത് വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടി ടെസ്റ്റ് ചെയ്ത് നോക്കും. അങ്ങനെ ടെസ്റ്റ് ചെയ്യുമ്പോൾ റേഡിയേഷൻ പൊല്യൂഷൻ അത് മൂലം ഉണ്ടാകാറുണ്ട്. ടെസ്റ്റിംഗ് ഓഫ് ന്യൂക്ലിയർ വെപ്പൺസ് റിലീസസ് ലാർജ് എമൗണ്ട് ഓഫ് റേഡിയോ ആക്റ്റീവ് പാർട്ടിക്കിൾസ് ഇൻ ടു ദി എയർ, സോയിൽ ആൻഡ് വാട്ടർ, കോസിംഗ് ലോങ് ടേം എൻവിറോൺമെന്റൽ കണ്ടാമിനേഷൻ. അതായത് ഈ ന്യൂക്ലിയർ വെപ്പൺസ് നമ്മൾ ടെസ്റ്റ് ചെയ്യുമ്പോൾ അതിൽ നിന്ന് ലാർജ് എമൗണ്ട് ഓഫ് റേഡിയോ ആക്റ്റീവ് പാർട്ടിക്കിൾസ് റിലീസ് ആവുന്നുണ്ട്. അത് നമ്മുടെ വായുവിലും മണ്ണിലും വെള്ളത്തിലും എല്ലാം കലർന്നിട്ട് അത് ചിലപ്പോൾ അത് പെട്ടെന്നൊരു പൊല്യൂഷൻ ആയിട്ട് മാറില്ല. കുറെ കാലം അവിടെ തങ്ങി നിന്നിട്ട് ഒരു വലിയ ഒരു ഇമ്പാക്റ്റ് ആവും അതിൽ നിന്ന് ഉണ്ടാവുക. നെക്സ്റ്റ് എന്ന് പറയുന്നത് മെഡിക്കൽ ആൻഡ് ഇൻഡസ്ട്രിയൽ യൂസസ്. അതാണ് നമുക്ക് പറയാം മെഡിക്കൽ ഇൻഡസ്ട്രിയിൽ ഇന്ന് നമുക്ക്
എക്സ്റേ, അതുപോലെ തന്നെ CT സ്കാൻ, ക്യാൻസർ ട്രീറ്റ്മെന്റ്, റേഡിയേഷൻ ഒക്കെ നമ്മൾ ചെയ്യുമല്ലോ ക്യാൻസർ ട്രീറ്റ്മെന്റിന്. ഇതുമൂലം റേഡിയേഷൻ പൊല്യൂഷൻ ഉണ്ടാകും. അതായത് അവ കൃത്യമായ രീതിയിൽ ഉപയോഗിക്കാതിരിക്കുമ്പോൾ. റേഡിയേഷൻ ഈസ് യൂസ്ഡ് ഇൻ മെഡിക്കൽ ഡയഗ്നോസിസ്, എക്സാമ്പിൾ എക്സ്റേസ്, CT സ്കാൻ, cancer treatment and industrial process. Improper handling or disposal can lead to radiation explosion. അതായത് ഇവ കൃത്യമായ രീതിയിൽ ഉപയോഗിക്കാതിരിക്കുമ്പോൾ അതിൽ നിന്ന് റേഡിയേഷൻ പൊല്യൂഷൻ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ഇപ്പൊ നമ്മൾ പറഞ്ഞു മാൻമെയ്ഡ് ആയിട്ടുള്ള റേഡിയേഷൻ പൊല്യൂഷന്റെ കോസസ്. ഒന്നാമത്തത് ന്യൂക്ലിയർ പവർ ജനറേഷൻ, 2 മൈനിങ് ആൻഡ് പ്രോസസിംഗ് ഓഫ് റേഡിയേഷൻ ഓർസ്, നെക്സ്റ്റ് ന്യൂക്ലിയർ വെപ്പൺ ടെസ്റ്റിംഗ്, പിന്നെ വരുന്നത് മെഡിക്കൽ ആൻഡ് ഇൻഡസ്ട്രിയൽ യൂസസ്. പിന്നെ ലാസ്റ്റ് ഒരു പോയിന്റ് എന്ന് പറയുന്നത് ഇംപ്രോപ്പർ ഡിസ്പോസൽ ഓഫ് റേഡിയോ ആക്റ്റീവ് വേസ്റ്റ്. അതായത് ഇപ്പൊ നമ്മൾ ഇത്രയും മേഖലകൾ പറഞ്ഞു. ഇവയിൽ നിന്നെല്ലാം ഉണ്ടാകുന്ന റേഡിയോ ആക്റ്റീവ് വേസ്റ്റിനെ കൃത്യമായ രീതിയിൽ ഡിസ്പോസ് ചെയ്യാതെ നമ്മൾ എന്താ പറയുക വല്ല പുഴയിലോ മണ്ണിലോ എവിടെയെങ്കിലും ഒക്കെ കൊണ്ടുപോയി ഇടും, കൃത്യമായി ഡിസ്പോസ് ചെയ്യാം. അപ്പൊ അതുമൂലം വലിയ രീതിയിൽ റേഡിയേഷൻ പൊല്യൂഷൻ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ഇനി നമുക്ക് റേഡിയേഷൻ പൊല്യൂഷന്റെ എഫക്ട്സ് നോക്കാം. ഇതുമൂലം എന്തൊക്കെ പ്രശ്നങ്ങളാണ് ഭൂമിക്കും മനുഷ്യർക്കും മറ്റു ജീവജാലങ്ങൾക്കും ഉണ്ടാകുന്നതെന്ന് നോക്കാം. അതിൽ എഫക്ട് എന്ന് പറയുന്നത്, ഏറ്റവും വലിയൊരു എഫക്ട് എന്ന് പറയുന്നത് ക്യാൻസർ ആണ്. മനുഷ്യനെ നമുക്കറിയാം, ഇപ്പോ ആദ്യമൊക്കെ ക്യാൻസർ എന്ന് പറയുമ്പോൾ നമുക്കതൊരു പരിചിതമായിട്ടുള്ള രോഗമായിരുന്നില്ല. അതായത് ഒരു 1000-ൽ 1 or 2 പേർക്ക് എന്ന രീതിയിലായിരുന്നു ക്യാൻസർ. പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല. ഒരു 100 പേരെടുത്ത് നോക്കിയാൽ അതിൽ 50 പേർക്കും ക്യാൻസർ ഉണ്ട്. അത്രയും എന്താ പറയുക കോമൺ ആയിട്ടുള്ള ഒരു ഡിസീസായി മാറിയിട്ടുണ്ട് ക്യാൻസർ. അപ്പൊ അതിന് ഒരു കാരണം എന്ന് പറയുന്നത് ഈ റേഡിയേഷൻ പൊല്യൂഷൻ കൂടിയാണ്. അപ്പൊ ഈ ക്യാൻസർ ഉണ്ടാക്കുന്നതിൽ ഒരു റേഡിയോ ആക്റ്റീവ് മെറ്റീരിയൽ ഏതാന്ന് പറയാം. അയഡിൻ എന്ന് പറയുന്ന റേഡിയോ ആക്റ്റീവ് മെറ്റീരിയൽ ക്യാൻസർ ഉണ്ടാക്കുന്ന ഒരു മെറ്റീരിയൽ ആണ്. അതായത് അത് നമ്മുടെ തൈറോയിഡ് ഗ്ലാൻസിൽ വന്നടിഞ്ഞിട്ട് തൈറോയിഡ് ക്യാൻസർ ഉണ്ടാകും. ഈ അയഡിൻ എന്ന് പറയുന്നത് ഇപ്പൊ വായുവിലൂടെ ആയിരിക്കും, ചിലപ്പോൾ വെള്ളത്തിൽ കലർന്നിട്ടായിരിക്കും നമ്മുടെ ശരീരത്തിലേക്ക് ഇറക്കുക. അപ്പൊ ഇത് നമ്മുടെ തൈറോയിഡ് ഗ്ലാൻഡിൽ അടിഞ്ഞിട്ട് നമുക്ക് തൈറോയിഡ് ക്യാൻസർ ഉണ്ടാകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അയഡിൻ എന്നാണ് ആ റേഡിയോ ആക്റ്റീവ് മെറ്റീരിയൽ. പിന്നെ ഇത് കൂടുതലായിട്ട് കാണുന്നത് കുട്ടികളിലാണ് കേട്ടോ. ഇത്തരം ക്യാൻസർ കാണുന്നത്, അയഡിൻ മൂലം ഉണ്ടാകുന്ന തൈറോയിഡ് ക്യാൻസർ കാണുന്നത് കുട്ടികളിലാണ്. പിന്നെ നമ്മൾ പറഞ്ഞു ഏറ്റവും വലിയ ഒരു എന്താ പറയാ നാച്ചുറൽ സോഴ്സ് ആണ് റേഡോൺ എന്ന് പറയുന്നത് റേഡിയേഷന്റെ. ഈ റേഡോൺ മൂലം ക്യാൻസർ ഉണ്ടാവാറുണ്ട്. അതായത് പുകവലി മൂലം ഉണ്ടാകുന്ന ക്യാൻസർ കഴിഞ്ഞാൽ ലോകത്തിൽ ഏറ്റവും കൂടുതൽ ലങ് ക്യാൻസർ വരുന്നതിന് കാരണം റേഡോൺ എന്ന റേഡിയോ ആക്റ്റീവ് മെറ്റീരിയൽ ആണ്. പുകവലിയാണ് ഏറ്റവും കൂടുതൽ ലങ് ക്യാൻസർ ഉണ്ടാവാനുള്ള റീസൺ. അത് കഴിഞ്ഞാൽ നെക്സ്റ്റ് ആയിട്ടുണ്ടാകുന്ന ലങ് ക്യാൻസറിന്റെ റീസൺ എന്ന് പറയുന്നത് റേഡോൺ എന്ന റേഡിയോ ആക്റ്റീവ് മെറ്റീരിയൽ ആണ്. നെക്സ്റ്റ് എന്ന് പറയുന്നത് ജെനറ്റിക് മ്യൂട്ടേഷൻ. നമുക്കറിയാലോ ജെനറ്റിക് മ്യൂട്ടേഷൻ എന്ന് പറഞ്ഞാൽ ജനിതക മാറ്റങ്ങൾ. നമ്മളൊരു കുഞ്ഞ് ജനിക്കുമ്പോൾ അതിന്റെ DNA നമ്മൾ പറഞ്ഞു അയണൈസിങ് റേഡിയേഷൻ DNA വരെ മാറ്റിമറിക്കും എന്ന് പറയുന്നത്. അപ്പൊ ഇത് പലതരത്തിലായിരിക്കും. അതായത് ചിലപ്പോൾ DNA ഒരു എക്സ്ട്രാ ഒരു എന്താ പറയാ ഈ DNA ഉണ്ടാകുന്ന ചേഞ്ച് എന്ന് പറയുന്നത് പെർമനന്റ് ആണ്. നമുക്കത് ഒന്നും ചെയ്യാൻ സാധിക്കില്ല. അതായത് ചിലപ്പോ ഒരു ചെയിൻ അഡീഷൻ ചെയ്ത് DNA കയറും, അല്ലെങ്കിൽ അതിൽ ഒരു പാർട്ടിക്കിൾ ഡിലീറ്റ് ചെയ്ത് പോകും, അല്ലെങ്കിൽ ഇതിന്റെ ഓർഡർ ഉണ്ടല്ലോ, DNA ഒരു ഓർഡർ ഉണ്ട്, ആ ഓർഡർ തന്നെ മാറിപ്പോകും. അപ്പൊ ഇതൊക്കെ നമുക്ക് ജനറ്റിക് മ്യൂട്ടേഷൻ ഉണ്ടാകാനുള്ള കാരണമാണ്. നെക്സ്റ്റ് എന്ന് പറയുന്നത് ബർത്ത് ഡിഫക്ട്സ്. നമുക്കറിയാം ചിലപ്പോ കുട്ടികൾ ജനിക്കുമ്പോൾ അവയ്ക്ക് ജനന വൈകല്യങ്ങൾ ഉണ്ടാവും. ചിലപ്പോ കാഴ്ച ഉണ്ടാവില്ല, ചിലപ്പോ കേൾവി കുറവുണ്ടായിരിക്കും, ചിലപ്പോ സംസാരിക്കില്ല, അല്ലെങ്കിൽ കൈക്കോ കാലിനോ എന്തെങ്കിലുമൊക്കെ രീതിയിൽ പ്രശ്നങ്ങൾ ഉണ്ടാകും. അപ്പൊ അത് ഗർഭിണി ആയിരിക്കുമ്പോൾ ഈ റേഡിയേഷൻ പൊല്യൂഷൻ ആ അമ്മയെ ബാധിക്കുന്നത് മൂലമാണ് ഈ കുട്ടിക്ക് ഇത് വരുന്നത്. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഡാമേജ് ടു ഓർഗൻ ആൻഡ് ടിഷ്യൂസ്. നമ്മളെ ടിഷ്യൂസിനും അതുപോലെ തന്നെ ഓർഗൻസിനെയും ഡാമേജ് ചെയ്യും ഈ റേഡിയേഷൻ പൊല്യൂഷൻ. അത് പല രീതിയിലായിരിക്കും. പിന്നെ എന്ന് പറയുന്നത് റേഡിയേഷൻ സിക്നസ്. റേഡിയേഷൻ സിക്നസ് എന്ന് പറയുന്നത് കുറച്ച് രോഗങ്ങളുണ്ട് ഈ റേഡിയേഷൻ പൊല്യൂഷൻ മൂലം നമുക്ക് അതേ നമ്മളെ എഫക്റ്റ് ചെയ്തിട്ടുണ്ട് എന്ന് കാണിക്കാനായിട്ട് കുറച്ച് ലക്ഷണങ്ങൾ ഉണ്ടായിരിക്കും. അതിൽ ഒന്നാമത് വരുന്നതാണ് വീക്ക്നെസ് ഓഫ് ഫാറ്റീഗ്. ഒരു മിനിറ്റ് എടാ, ഈ PDF അതിന്റെ പിക്ചർ ഉണ്ടല്ലോ, അതൊന്ന് സ്ക്രോൾ ചെയ്ത് കാണിക്കുക. ജസ്റ്റ് ഒന്ന് മേലേക്ക് സ്ക്രോൾ ചെയ്യുക. ഓക്കെ, ഇതാ ആ പിക്ചർ നോക്കൂതേ, റേഡിയേഷൻ സിക്നസിന്റെ പിക്ചറാണ്. അതിൽ ഒന്നാമത്തതാണ് വരുന്നത്
വീക്ക്നെസ് ഓഫ് ഫാറ്റി, അതായത് നമുക്ക് എന്താ പറയാ, എല്ലുകൾക്കൊന്നും ബലമില്ലാത്ത പോലെ, നമ്മുടെ ശരീരം തളർന്ന പോലെ, നമുക്ക് ഇരുന്നിടത്ത് നിന്ന് എണീക്കാൻ പറ്റില്ല, ആകെപ്പാടെ ഒരു തളർച്ച അങ്ങനെ തോന്നും. അടുത്തത് കൺഫ്യൂഷൻ, നമുക്ക് ഒരു കാര്യം കൃത്യമായി ആലോചിക്കാനോ അല്ലെങ്കിൽ ക്ലിയർലി ഒരു കാര്യം തീരുമാനിക്കാനോ ഒന്നും പറ്റാത്ത ഒരു അവസ്ഥ. അടുത്തത് പറയാം ന്യൂസിയ ആൻഡ് വോമിറ്റിംഗ്, അതായത് നമുക്ക് എപ്പോഴും ഇങ്ങനെ ഒരു ഛർദ്ദിക്കാനുള്ള ഒരു ടെൻഡൻസി ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ നിൽക്കും, എപ്പോഴും ആകെ ഒരു അസ്വസ്ഥതായിട്ട് നിൽക്കും. നെക്സ്റ്റ് പറയുന്നത് വോമിറ്റിംഗ് ബ്ലഡ് വോമിറ്റ് ചെയ്യുക. പിന്നെ ഡയേറിയ, നമുക്കറിയാലോ ഡയേറിയ എന്താണ്. നെക്സ്റ്റ് റെക്ടൽ ബ്ലീഡിങ്, അതായത് നമ്മൾ ബാത്റൂമിൽ പോകുമ്പോൾ നമുക്ക് ബ്ലഡ് പോവുക. നെക്സ്റ്റ് ഫീവർ, കടുത്ത പനി ഉണ്ടാകും ചിലവർക്ക്. പിന്നെ വരുന്നതാണ് സ്കിൻ ടെൻഡർനെസ്, അത് നമുക്ക് എല്ലാവർക്കും അറിയാലോ. ഇപ്പൊ ഈ UV റേസ് മൂലം ഇപ്പൊ നമ്മൾ പറയുമല്ലോ സൂര്യാഘാതം ഏൽക്കുക. ഇപ്പോഴത്തെ സാഹചര്യത്തില് വേനൽക്കാലത്തൊക്കെ ഇപ്പൊ ഒരു ജോലിക്കായാലും പുറത്ത് ജോലി ചെയ്യുന്നവർക്കുള്ള ടൈം 7 മണി തൊട്ട് 11 മണി വരെ, അത് കഴിഞ്ഞാൽ പിന്നെ 3 മണി തൊട്ട് 6 മണി വരെ. എന്തുകൊണ്ടാണ്? അത്രയും ചൂടുള്ളത് കൊണ്ട് ഇപ്പൊ UV റേസ് ഒക്കെ നല്ല രീതിക്ക് ബാധിക്കാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പൊ നമുക്ക് സൂര്യാഘാതം ഏൽക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അത് ഈ റേഡിയേഷൻ സിക്നസിൽ പെടുന്നതാണ്. സ്കിൻ ടെൻഡർനെസ്, സ്വെല്ലിംഗ് ഓർ ബേണിംഗ്, അപ്പൊ നമുക്കറിയാം ചുവന്ന് തടിക്കുക അല്ലെങ്കിൽ പൊള്ളലേറ്റ പോലെ ശരീരത്തിൽ പാടുകൾ ഉണ്ടാകുക. അതുപോലെ തന്നെ ഒന്നാണ് ഹെയർ ലോസ്, മുടി കൊഴിച്ചിലും ഈ റേഡിയേഷൻ സിക്നസ് പെടുന്നതാണ്. ഇത് ക്ലിയർ ആയോ? ഹ്യൂമണിനെ ബാധിക്കുന്ന റേഡിയേഷൻ പൊല്യൂഷന്റെ എന്തൊക്കെയാന്നുള്ളത് ക്ലിയർ ആയോ? ഇനി ഇത് പറയണോ? ഇതിന്റെ PDF-ഉം നോട്ടും ഞാൻ ഗ്രൂപ്പിൽ ഷെയർ ചെയ്യാം കേട്ടോ, അപ്പൊ ഒന്നും കൂടി ക്ലിയർ ആവും നിങ്ങൾക്ക്. നെക്സ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ എൻവിറോൺമെന്റിൽ ഇതൊക്കെ എന്തൊക്കെ എഫക്ട് ഉണ്ടാക്കും നോക്കാം. അപ്പൊ നമ്മൾ ഹ്യൂമൻ ഹെൽത്തിനെ ഇതെങ്ങനെ ബാധിക്കും എന്ന് പറഞ്ഞു. ഇനി എൻവിറോൺമെന്റിൽ ഇതെങ്ങനെ ബാധിക്കും നോക്കാം. സോയിൽ ആൻഡ് വാട്ടർ കണ്ടാമിനേഷൻ, അതായത് മണ്ണിനെയും ജലത്തിനെയും ഇത് മലിനീകരിക്കും. അതായത് ഒരു പൊല്യൂഷൻ, റേഡിയേഷൻ പൊല്യൂഷൻ എന്ന് പറയുന്നത് മറ്റു 2 പൊല്യൂഷൻസിന് കൂടി കാരണമാകുന്ന ഒന്നാണ്. അടുത്തത് ഡാമേജ് ടു പ്ലാന്റ്സ് ആൻഡ് എനിമൽസ്, അതായത് മനുഷ്യനെ മാത്രമല്ല സസ്യങ്ങളെയും ജന്തുക്കളെയും മൃഗങ്ങളെയും എല്ലാം ഇത് നല്ല രീതിയിൽ ഡാമേജ് ചെയ്യുന്നുണ്ട്. അടുത്തത് ഡിസ്ക്രിപ്ഷൻ ഓഫ് എക്കോസിസ്റ്റം, നമ്മുടെ എക്കോസിസ്റ്റത്തെ തന്നെ ഇത് നല്ല രീതിയിൽ ബാധിക്കുന്നുണ്ട്. റെഡ്യൂസ്ഡ് ബയോഡൈവേഴ്സിറ്റി, മനസ്സിലായില്ല എന്താ ഡിസ്ട്രക്ഷനോ പറഞ്ഞ ഡിസ്ക്രിപ്ഷൻ ഓഫ് എക്കോസിസ്റ്റം, അതായത് നമ്മുടെ പരിസ്ഥിതി സന്തുലിതാവസ്ഥയുടെ തകർച്ച. നമ്മൾ പണ്ട് സ്കൂളിൽ പഠിക്കുമ്പോൾ സയൻസിൽ പഠിച്ചിട്ടുണ്ട്, നമ്മളൊരു ഭക്ഷ്യ ശൃംഖല തയ്യാറാക്കും. അതായത് ഒരു പുല്ല്, അതിനൊരു ഇര ഇട്ടിട്ട് അതിനെ പാറ്റ പിടിക്കുന്നു, പാറ്റയ്ക്ക് നേരെ ഇരയിട്ട് ഒരു തവള പിടിക്കുന്നു, തവളയെ പാമ്പ് പിടിക്കുന്നു, പാമ്പിനെ പരുന്ന് പിടിക്കുന്നു. അങ്ങനെ ഒരു ഭക്ഷ്യ ശൃംഖല നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇതിനെ സാരമായ രീതിയിൽ ബാധിക്കും. അങ്ങനെ ഉണ്ടാവുമ്പോ എന്താണ്, കൃത്യമായ ഒരു എക്കോസിസ്റ്റം അല്ലെങ്കിൽ അവിടെ ഒരു ബയോഡൈവേഴ്സിറ്റി ഉണ്ടാവില്ല, അത് എല്ലാം നശിച്ചു പോകും. അപ്പോ നമ്മളുടെ മൊത്തം എക്കോസിസ്റ്റത്തെ തന്നെ ഇത് സാരമായ രീതിയിൽ ബാധിക്കും. ഇനി ചിലപ്പോഴൊക്കെ ഈ റേഡിയേഷൻ പൊല്യൂഷൻ എന്ന് പറയുന്നത് ഒരു ഷോർട്ട് ടേം എഫക്റ്റ് അല്ല, ലോങ് ടേം എഫക്റ്റ് ആണ്. അതായത് ഈ റേഡിയേഷൻ പൊല്യൂഷൻ നമ്മളെ ബാധിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരുപാട് വർഷങ്ങൾക്ക് ശേഷമായിരിക്കും അതിന്റെ എഫക്ട്സ് നമ്മുടെ ശരീരത്തിൽ അല്ലെങ്കിൽ ഇപ്പോ എൻവിറോൺമെന്റിലായാലും കാണുക. പെട്ടെന്നുള്ള ഒരു എഫക്റ്റ് ഉണ്ടായിരിക്കില്ല, അത് കുറെ കാലങ്ങൾ കഴിഞ്ഞാലും അതിന്റെ എഫക്റ്റ് നിലനിൽക്കും എന്നാണ് പറയുന്നത്. അത് ക്ലിയർ ആയില്ലേ എഫക്ട്സ് എന്താന്നുള്ളത്? ഇനി അത് പറയണോ? ഓക്കെ, അപ്പൊ നെക്സ്റ്റ് പോയിന്റ് പറഞ്ഞോട്ടെ. 1 മിനിറ്റ്. ഓക്കെ, ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് ഇതിന്റെ പ്രിവെൻഷൻ ആൻഡ് കൺട്രോൾ ഓഫ് റേഡിയേഷൻ പൊല്യൂഷൻ. ഇതിനെ നമുക്ക് എങ്ങനെ കൺട്രോൾ ചെയ്യാം, അല്ലെങ്കിൽ മുഴുവനായിട്ട് നമുക്ക് ഇത് ഇല്ലാതാക്കാൻ സാധിക്കില്ല, എങ്കിലും ഒരു പരിധി വരെ നമുക്കിതിനെ കുറയ്ക്കാൻ സാധിക്കും. അതിനെ എന്തൊക്കെ ചെയ്യാം എന്ന് നോക്കാം. സേഫ് ഡിസൈൻ ആൻഡ് ഓപ്പറേഷൻ ഓഫ് ന്യൂക്ലിയർ പവർ പ്ലാന്റ്സ്. നമ്മൾ പറഞ്ഞു ന്യൂക്ലിയർ പവർ പ്ലാന്റ്സിൽ നിന്നാണ് ഒരു പരിധി വരെ റേഡിയേഷൻ പൊല്യൂഷൻ ഉണ്ടാകുന്നത്. അപ്പോ അവിടെ കൃത്യമായ രീതിയിലുള്ള ഓപ്പറേഷൻസും അതുപോലെ തന്നെ സുരക്ഷിതമായ പ്രവർത്തനങ്ങളുമാണോ, അല്ലെങ്കിൽ ഒരു സേഫ് ഡിസൈൻ ആൻഡ് ഓപ്പറേഷൻ അവിടെ നമ്മൾ കൈക്കൊണ്ട് കഴിഞ്ഞാൽ ഒരു പരിധി വരെ അവിടെ നിന്നുള്ള റേഡിയേഷൻ പൊല്യൂഷൻ നമുക്ക് കുറയ്ക്കാൻ പറ്റും. അടുത്തത് പ്രോപ്പർ സ്റ്റോറേജ് ആൻഡ് ഡിസ്പോസൽ ഓഫ് റേഡിയോ ആക്റ്റീവ് വേസ്റ്റ്. നമ്മൾ പറഞ്ഞല്ലോ ഇത്തരം ഇൻഡസ്ട്രിയിൽ നിന്നെല്ലാം ഒരുപാട് റേഡിയോ ആക്റ്റീവ് വേസ്റ്റുകൾ ഉണ്ടാവും. അവയെ കൃത്യമായ രീതിയിൽ സ്റ്റോർ ചെയ്ത് വെക്കുകയും കൃത്യമായ രീതിയിൽ ഡിസ്പോസ് ചെയ്യുകയും ചെയ്താൽ നമുക്ക് ഈ റേഡിയേഷൻ പൊല്യൂഷൻ കുറയ്ക്കാൻ സാധിക്കുന്നതാണ്.
നെക്സ്റ്റ് എന്ന് പറയുന്നത് സ്ട്രിക്ട് സേഫ്റ്റി റെഗുലേഷൻസ് ആൻഡ് മോണിറ്ററിംഗ്. അതായത് സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു സേഫ്റ്റി റെഗുലേഷൻ, കൃത്യമായ നിയമങ്ങളും നിയന്ത്രണങ്ങളും ഉണ്ടെങ്കിൽ ഒരു പരിധി വരെ, അതായത് നമുക്ക് ഈ റേഡിയോ ആക്റ്റീവ് വേസ്റ്റ് ഒക്കെ അലക്ഷ്യമായി കൊണ്ടിടുകയാണെങ്കിൽ, നമ്മൾ അവിടെ ഒരു ബോർഡ് വെക്കുക, മുന്നറിയിപ്പ് ബോർഡൊക്കെ വെക്കില്ല, ഇവിടെ മാലിന്യങ്ങൾ നിക്ഷേപിക്കരുത്, അല്ലെങ്കിൽ ഇങ്ങനെ നിക്ഷേപിച്ചാൽ കർശനമായ നടപടികൾ ഉണ്ടാവും, അല്ലെങ്കിൽ ഇത്ര വർഷം ശിക്ഷ ലഭിക്കാവുന്ന കുറ്റമാണ് എന്നൊക്കെ പറഞ്ഞ് ഒരു നിയമങ്ങൾ വരികയാണെങ്കിൽ കുറച്ചൊക്കെ നമുക്ക് റേഡിയേഷൻ പൊല്യൂഷൻ കുറയ്ക്കാൻ സാധിക്കും. നെക്സ്റ്റ് ലിമിറ്റിംഗ് ന്യൂക്ലിയർ വെപ്പൺ ടെസ്റ്റിംഗ്. നമ്മൾ പറഞ്ഞല്ലോ ന്യൂക്ലിയർ വെപ്പൺ ടെസ്റ്റിംഗ്, നമ്മളിപ്പോ ഒരുപാട് പുതിയ വെപ്പൺസ് കണ്ടുപിടിക്കും തോറും അവരത് ടെസ്റ്റ് ചെയ്തിരിക്കും. അപ്പൊ ഒരു പരിധി വരെ, അത് അത്യാവശ്യ ഘട്ടങ്ങളിൽ മാത്രം ഈ ന്യൂക്ലിയർ വെപ്പൺസ് ടെസ്റ്റ് ചെയ്യുക എന്നൊരു നിയമം കൊണ്ടുവരിക, അതിന് നിയന്ത്രണം കൊണ്ടുവരിക. എപ്പോഴും ഈ വെപ്പൺസ് ടെസ്റ്റ് ചെയ്യാണ്ട് അത്യാവശ്യ ഘട്ടങ്ങളിൽ മാത്രം ഈ വെപ്പൺ ടെസ്റ്റിംഗ് വെക്കുക എന്നതാണ് അടുത്തതായിട്ടുള്ള പോയിന്റ്. നെക്സ്റ്റ് എന്ന് പറയുന്നത് പബ്ലിക് അവയർനെസ് ആൻഡ് എഡ്യൂക്കേഷൻ. അതായത് നമ്മൾ ജനങ്ങളിലേക്ക് ഇതിന്റെ ഒരു അവയർനെസ്, ഇത് മൂലമുണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്താണ്, ഇത് നമ്മളെയും പരിസ്ഥിതിയെയും എങ്ങനെയൊക്കെ ബാധിക്കും എന്നതിനെ കുറിച്ച് ഒരു അവയർനെസ് അവർക്ക് കൊടുക്കുകയാണെങ്കിൽ നമ്മൾ കുറച്ചും കൂടി നല്ല രീതിയിൽ ഇത്തരം പൊല്യൂഷൻ ഉണ്ടാകുന്നത് കുറയ്ക്കാൻ നമ്മൾ ശ്രദ്ധിക്കും. നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ യൂസ് ഓഫ് ഓൾട്ടർനേറ്റീവ് എനർജി സോഴ്സസ് ലൈക്ക് സോളാർ ആൻഡ് വിൻഡ് പവർ. നമ്മൾ പറഞ്ഞു ന്യൂക്ലിയർ ഫ്യൂവൽസ് യൂസ് ചെയ്തിട്ട് ഇലക്ട്രിസിറ്റി ഉണ്ടാക്കുന്നുണ്ട്, അതിന് പകരം നമുക്ക് സോളാർ സിസ്റ്റം യൂസ് ചെയ്യാം. അതുപോലെ വിൻഡ് പവർ, ഈ കാറ്റാടി ഉപയോഗിച്ചിട്ട് കറണ്ട് ഉണ്ടാക്കാം. അത്തരം ഓൾട്ടർനേറ്റീവ് സോഴ്സസ് നമുക്ക് അതിന് പകരമായി യൂസ് ചെയ്യാവുന്നതാണ്. ഇത്രയാണ് ഇതിൽ പ്രിവെൻഷൻ പറയുന്നത്. ഞാൻ ഒന്നുകൂടി പറയാം. സേഫ് ഡിസൈൻ ആൻഡ് ഓപ്പറേഷൻ ഓഫ് ന്യൂക്ലിയർ പവർ പ്ലാന്റ്സ്, അതായത് ആണവ നിലയങ്ങളുടെ സുരക്ഷിത പ്രവർത്തനം. നെക്സ്റ്റ് എന്ന് പറയുന്നത് പ്രോപ്പർ സ്റ്റോറേജ് ആൻഡ് ഡിസ്പോസൽ ഓഫ് റേഡിയോ ആക്റ്റീവ് വേസ്റ്റ്. റേഡിയോ ആക്റ്റീവ് വേസ്റ്റിന്റെ പ്രോപ്പർ ആയിട്ടുള്ള സ്റ്റോറേജും കൃത്യമായ ഡിസ്പോസലും ചെയ്യുകയാണെങ്കിൽ. നെക്സ്റ്റ് സ്ട്രിക്ട് സേഫ്റ്റി റെഗുലേഷൻ ആൻഡ് മോണിറ്ററിംഗ്. കർശനമായ നിയമങ്ങളും നിരീക്ഷണങ്ങളും കൊണ്ടുവരിക. നെക്സ്റ്റ് പബ്ലിക് അവയർനെസ് ആൻഡ് എഡ്യൂക്കേഷൻ. ജനങ്ങളിലേക്ക് കൃത്യമായ ബോധവൽക്കരണവും വിദ്യാഭ്യാസവും ഇതിനെപ്പറ്റി നമ്മൾ കൊടുക്കുക. നെക്സ്റ്റ് യൂസ് ഓഫ് ഓൾട്ടർനേറ്റീവ് എനർജി സോഴ്സസ് ലൈക്ക് സോളാർ ആൻഡ് വിൻഡ് പവർ. അതായത് ഈ ന്യൂക്ലിയർ ഫ്യൂവൽസ് യൂസ് ചെയ്ത് ഇലക്ട്രിസിറ്റി ഉണ്ടാക്കുന്നതിന് പകരം സോളാർ സിസ്റ്റം, ആ സോളാർ യൂസ് ചെയ്യുകയോ അല്ലെങ്കിൽ വിൻഡ് പവർ യൂസ് ചെയ്തിട്ട് ഇലക്ട്രിസിറ്റി ഉണ്ടാക്കുക എന്നുള്ളതാണ്. അപ്പൊ ഇത്രയാണ് റേഡിയേഷൻ പൊല്യൂഷനിൽ എനിക്ക് പറയാനുള്ളത്. ഇനി എന്തെങ്കിലും ഡൗട്ടുകൾ അല്ലെങ്കിൽ ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും നിങ്ങൾക്ക് ക്ലിയർ ആവാത്തതുണ്ടെങ്കിൽ ചോദിക്കാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? എല്ലാവർക്കും ഡൗട്ടൊന്നുമില്ല, ക്ലിയർ ആണല്ലോ. അപ്പോ ഇനി ഇതിന്റെ കൺക്ലൂഷൻ ഹിസ ചെയ്യുന്നതായിരിക്കും. ക്വസ്റ്റ്യനും ഹിസ ചോദിക്കും. ഇപ്പൊ റീനയാണുള്ളത്, പക്ഷെ ആൾക്ക് ഒരു ജോബിന് കയറിയത് കൊണ്ട് ഓൺലൈൻ ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞിരുന്നു. അപ്പൊ ഞങ്ങൾ രണ്ടുപേരും തന്നെ ഇത് ചെയ്യണം. അപ്പൊ ഹിസ ഇനി കൺക്ലൂഷൻ പറയട്ടെ. താങ്ക് യു. One minute, ma'am. ക്ലിയർ ആയില്ലല്ലോ, എന്താ പറഞ്ഞേ? പറഞ്ഞത് ക്ലിയർ ആണോ? ഓക്കെ. ഇനി ഇതിന്റെ കൺക്ലൂഷൻ ആണ് പറയുന്നത്. വികിരണ മലിനീകരണം എന്നത് നമ്മുടെ പരിസ്ഥിതിയിൽ അപകടകരമായോ റേഡിയോ ആക്റ്റീവ് പദാർത്ഥങ്ങൾ ഉണ്ടാക്കുന്നതാണ്. ഇവ പുറപ്പെടുവിപ്പിക്കുന്ന വികിരണം ജീവികളിലെ കോശങ്ങളെ നശിപ്പിക്കുകയും മനുഷ്യരുടെ ആരോഗ്യത്തെയും പ്രകൃതിയെയും ബാധിക്കുകയും ചെയ്യുന്നുണ്ട്. വികിരണ മലിനീകരണത്തിന്റെ അപകടകരമായ പ്രത്യേകത എന്നാൽ അതിന്റെ ഫലങ്ങൾ പല വർഷങ്ങൾക്കു ശേഷം പോലും കാണാം. വികിരണ മലിനീകരണത്തിന്റെ രണ്ട് പ്രധാന ഉറവിടങ്ങളുണ്ട്: പ്രകൃതിദത്ത ഉറവിടങ്ങളും മനുഷ്യനിർമ്മിത ഉറവിടങ്ങളും. ഓക്കെ ആണോ? ആദ്യം പ്രകൃതിദത്ത ഉറവിടങ്ങൾ നോക്കാം. സൂര്യനിലും
ബാഹ്യാകാശത്തു നിന്നും വരുന്ന കോസ്മിക് കിരണങ്ങൾ ഭൂമിയിലേക്ക് എത്തുന്നു. മണ്ണിലും കല്ലുകളിലും വെള്ളത്തിലും സ്വാഭാവികമായി കാണപ്പെടുന്ന യുറേനിയം, റാഡോൺ പോലുള്ള ഘടകങ്ങളും വികിരണം ഉണ്ടാക്കുന്നു. ഇതിന്റെ പശ്ചാത്തല വികിരണം എന്ന് വിളിക്കുന്നു. ഒന്നും കൂടി പറയാം. അതിനെന്താ എന്താണ് പശ്ചാത്തല വികിരണം? അതായത് മണ്ണിലും കല്ലുകളിലും വെള്ളത്തിലും സ്വാഭാവികമായി കാണപ്പെടുന്ന യുറേനിയം, റാഡോൺ പോലുള്ള ഘടകങ്ങൾ യുറേനിയവും റാഡോണും പോലുള്ള ഘടകങ്ങളും വികിരണം ഉണ്ടാക്കുന്നുണ്ട്. ഇതിനെ പശ്ചാത്തല വികിരണം എന്ന് വിളിക്കുന്നു. എടാ അതാണ് ടെറസ്ട്രിയൽ റേഡിയേഷൻ നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു മലയാളാണിത്. ഇപ്പോൾ മനുഷ്യനിർമ്മിത ഉറവിടങ്ങൾ നോക്കാം. എന്തെന്ന് വെച്ചാല് ആണവ വൈദ്യുതി നിലയങ്ങൾ, ന്യൂക്ലിയർ പവർ പ്ലാന്റ്സ് ഒരു പ്രധാന ഉറവിടമാണ് ഇത്. അപകടങ്ങൾ, ചോർച്ചകൾ അല്ലെങ്കിൽ ആണവ മാലിന്യങ്ങൾ, തെറ്റായ നിക്ഷേപം എന്നിവ വികിരണം പുറപ്പെടുവിപ്പിക്കാൻ കാരണമാകും. ഓക്കെയാണോ? ആണവായുധങ്ങൾ പരീക്ഷണങ്ങൾ, ന്യൂക്ലിയർ വെപ്പൺ ടെസ്റ്റിംഗ്. വായുവിലും മണ്ണിലും റേഡിയോ ആക്റ്റീവ് പദാർത്ഥങ്ങൾ പരത്തുന്നു. മെഡിക്കൽ മേഖലയിൽ എക്സ്റേ, ക്യാൻസർ ചികിത്സ എന്നിവയ്ക്കും വികിരണം ഉപയോഗിക്കുന്നുണ്ട്. എന്നാൽ ഇത് ശ്രദ്ധയോടെ ഉപയോഗിക്കേണ്ട ഒന്നാണ്. വികിരണ മലിനീകരണം മനുഷ്യരുടെ ആരോഗ്യത്തിന് വലിയ അപകടമാണ് ഉണ്ടാക്കുന്നത്. ഇത് ക്യാൻസർ, ജനിതക മാറ്റങ്ങൾ, ജനന വൈകല്യങ്ങൾ, അവയവനാശം എന്നിവയ്ക്ക് കാരണമാകും. ഇത് പരിസ്ഥിതിയെയും ബാധിക്കുന്നുണ്ട്. മണ്ണും വെള്ളവും മലിനമാവുകയും സസ്യജാലങ്ങളും മൃഗങ്ങളും ബാധിക്കപ്പെടുകയും ചെയ്യുന്നു. ഓക്കെയാണോ? ഒന്നുകൂടി പറയണോ? വികിരണ മലിനീകരണം കുറയ്ക്കാൻ ആണവ സാങ്കേതികവിദ്യ സുരക്ഷിതമായി ഉപയോഗിക്കുക, ആണവ മാലിന്യങ്ങൾ ശരിയായി കൈകാര്യം ചെയ്യുക, കർശന നിയമങ്ങൾ പാലിക്കുക, കൂടാതെ സോളാർ, കാറ്റാടി പോലുള്ള ഊർജങ്ങൾ ഉപയോഗിക്കുക. അവസാനമായി പറയുകയാണെങ്കിൽ വികിരണ മലിനീകരണം ഗുരുതരമായ ഒരു പ്രശ്നമാണ്. എന്നാൽ അത് നിയന്ത്രിക്കാവുന്നതാണ്. സാങ്കേതിക വിദ്യ ഉത്തരവാദിത്തത്തോടെ ഉപയോഗിക്കാൻ നമുക്ക് നമ്മുടെ ആരോഗ്യവും പരിസ്ഥിതിയും സംരക്ഷിക്കാം. ലുബിനത്ത ഒരു ഹെൽപ്പ് ചെയ്യോ? ക്വസ്റ്റ്യൻ നിങ്ങൾ ചോദിക്കോ? മോൻക്ക് വയ്യ, പണിയാണ്. അപ്പൊ ക്വസ്റ്റ്യൻ നിങ്ങൾ ചോദിക്കോ? ഞാൻ ചോദിക്കാം. ഒരു മിനിറ്റ്, ഞാൻ അവള് ചോദിക്കുന്നു പറഞ്ഞത് കൊണ്ട് പ്രിപ്പയർ ചെയ്തിട്ട് എടുക്കട്ടെ കേട്ടോ. യെസ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചോദിക്കാം. നെയിം വൺ ഹ്യൂമൻ ആക്ടിവിറ്റി ദാറ്റ് കോസസ് റേഡിയേഷൻ പൊല്യൂഷൻ. മൈനിങ്. Okay. What type of radiation is harmful to living cells? Ionizing radiation. Yeah, correct. What is radiation pollution? Presence of radioactive materials in the environment, water, earth. Yes. It's harmful to environment. Next, list any two natural sources of radiation pollution. രണ്ട് നാച്ചുറൽ സോഴ്സസ് ഏതൊക്കെയാ റേഡിയേഷൻ പൊല്യൂഷന്റെ? Medium, terrestrial.
Mention one harmful effect to radiation pollution on human health. ഹ്യൂമൻ ഹെൽത്തിനെ ബാധിക്കുന്ന റേഡിയേഷൻ പൊല്യൂഷൻ ഏത് തരത്തിലൊക്കെയാണ്? ഏതെങ്കിലും ഒരെണ്ണം. അപ്പൊ ഇതാണ് ഞങ്ങളെ സെമിനാർ റേഡിയേഷൻ പൊല്യൂഷൻ എന്ന ടോപ്പിക്. എല്ലാവർക്കും ക്ലിയർ ആയിട്ട് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. നോട്ടും PDF ഒക്കെ ഗ്രൂപ്പിൽ ഷെയർ ചെയ്യുന്നതാണ്. താങ്ക് യു മാം. നന്നായിരുന്നു അല്ലേ ആ ഗ്രൂപ്പിലെ സെമിനാർ? ലുബ്ന, നിങ്ങൾ എത്രാമത്തെ ഗ്രൂപ്പാണ്? 10th ഗ്രൂപ്പാണോ? യെസ്, 10th ഗ്രൂപ്പാണ്. 8ാമത്തെ അല്ല, 10 10th. ചിക്കു, ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പ്രസീത നോട്ട് ചെയ്തിരുന്നു 5 കുട്ടികൾക്ക്. ഒരു കാര്യം പറയട്ടെ. 5 പേര് ഒരു നമ്മളെ സ്റ്റുഡന്റ് എന്നോട് ചോദിച്ചിരുന്നു ആരൊക്കെയാണ് ആ 5 പേരെന്ന്. ലാസ്റ്റ് കൊടുത്ത ടോപ്പിക്കിലുള്ള 5 പേര് ആരൊക്കെയാണെന്ന് പറയാൻ പറഞ്ഞിരുന്നു. അത് ചിക്കുവിന്റെ അടുത്തുണ്ട് അവരുടെ പേരുകള്. ഞാൻ അവർക്കൊക്കെ മെസ്സേജ് ഒരു മിനിറ്റ്, അവർക്കൊക്കെ മെസ്സേജ് ചെയ്തിരുന്നു മാം. അവരും ഓക്കെ. അതില് ജയശ്രീ എന്ന് പറയുന്ന ഒരു കുട്ടിക്ക് മാത്രം ഇപ്പൊ ജോലി ഉള്ളതുകൊണ്ട് എടുക്കാൻ പറ്റത്തില്ല. ബാക്കി 4 പേരും ഓക്കെ ആണെന്നും പറഞ്ഞു. ഓക്കെ, അപ്പൊ അവരോടൊന്ന് ചെയ്തോളാൻ പറയട്ടോ. 13 ഗ്രൂപ്പല്ലേ ടോട്ടല് നമുക്ക്? യെസ് മാം. ഓക്കെ, അപ്പൊ ബാക്കി 3 ഗ്രൂപ്പും റെഡി ആയിട്ടിരിക്കാം കേട്ടോ. ഓക്കെ, അതിനിടയിൽ എക്സാംസ് ഒക്കെ വരുന്നുണ്ട്. അപ്പൊ കൃത്യമായിട്ട് അതിന് റിവിഷനും കാര്യങ്ങളൊക്കെ തരാം. അപ്പൊ നമുക്ക് റിവിഷനൊക്കെ ചെയ്യാം കേട്ടോ, ടൈം ആവും. ഓക്കെ, അപ്പൊ ബാക്കി 3 ഗ്രൂപ്പ് റെഡി ആയിട്ടിരിക്കാനായിട്ടൊന്ന് പറയാം കേട്ടോ ചിക്കു. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് ടൈം കാണാം. താങ്ക് യു. താങ്ക് യു മാം. താങ്ക് യു മാം. താങ്ക് യു മാം.